الجليل الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار اللهم يا كاشف كل كربا ويا مجيب كل دعوى ويا جابر كل قصير ويا سامع كل نجوى ويا حاضر كل بلوى ويا مونس كل وحيد ويا صاحب كل غريب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا صدق الله مولانا العلي العظيم وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كان هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى الدنيا يصيبها بامرأة ينكحها فهجرته إلى ما هاجر إليه أو كما قال سيدنا وحبيبنا وشفيعنا محمد رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا صاحب البغداد كل ناصري يا بحر علم شيخ عبد القادر يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا وأخرانا فاعلم أمة مولانا محمد صلى الله عليه وعلى آله وصحبه وأتباعه وأشيائه وعطرته وأهل بيته أجمعين أما بعد സമാദരണീയരും സാത്വികരും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ
പ്രബോധന പന്ഥാവിലൂടെ സഞ്ചരിക്കുകയും സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാന്യരായ ഉലമാക്കൾ, ദീനിന്റെ കർമ്മോത്സുകരും കർമ്മധീരരുമായ നെടുംതൂണുകളായി പ്രവർത്തിക്കുന്ന ഉമറാക്കൾ, അനുഗ്രഹീതമായ ഈ ദീനിന്റെ സംഗമത്തിന്റെ 24ാമത്തെ രാത്രിയുടെ സാന്നിധ്യത്തെ സമ്പന്നമാക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ദീനി സ്നേഹികളും വിജ്ഞാനദാഹികളുമായ യുവ സുഹൃത്തുക്കൾ, ദീനി സ്നേഹികളും വിജ്ഞാനദാഹികളും ആശിഖീങ്ങളുമായ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട അനുജന്മാർ, അനുജത്തിമാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിപാലകനായ പടച്ചതമ്പുരാൻ പരിശുദ്ധമായ പരിപാവനമായ നമ്മുടെ അനുഗ്രഹീതമായ ഇച്ചിലങ്കോട് മാലിക്കുദ്ദീനാർ റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി മലക്കുകൾ രചിച്ച മഹാനെന്ന തലക്കെട്ടിന് താഴെ 2 മണിക്കൂർ പ്രഭാഷണം നടത്തി ഇവിടെ ദുആ ചെയ്ത് ഞാനും നിങ്ങളും അനുഗ്രഹീതമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ചിലങ്കോട് മാലിക്കുദ്ദീനാറിന്റെ അവിടുത്തെ സഹാബത്തിന്റെ മുന്നിൽ നിന്ന് നാനും നിങ്ങളും നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു നവോന്മേഷത്തോടെ, ഒരു പുതുജീവിതത്തോടെ, പാപരഹിതരും രോഗരഹിതരുമായി ഈ മണ്ണിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് ചെന്നു കയറുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു ഈ സദസ്സിനെ സബബാക്കി നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളിതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കുകയും ശിഷ്ടകാല ജീവിതം പാപത്തിൽ നിന്നൊഴിഞ്ഞു മാറി ജീവിക്കുവാനും മരിക്കുന്നതുവരെ പടച്ചവനോടും അവന്റെ പടപ്പുകളോടുമുള്ള കടമകൾ പാലിച്ച് പാരിൽ നിന്ന് വിട പറയുമ്പോൾ പരിശുദ്ധമായ കലിമ ഉറക്കെ ചൊല്ലി സ്വർഗ്ഗം മുമ്പിൽ കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട പുന്നൂറുകളുടെ മണ്ണറകളെ അല്ലാഹു സ്വർഗീയ ആരാമമാക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ റാഫിഅ ബിൻ ഹബീബ് മാലിക്കുദ്ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും അനുഗ്രഹീതമായ സുഖലോലുപ സ്വർഗത്തിലെ സുന്ദരമായ പദവി അല്ലാഹു കൊടുത്ത് ഈ മഹാനുഭാവന്മാരെ ആദരിക്കട്ടെ. അവരുടെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഇൽമിന്റെ മുഴുവൻ മേഖലകളും അല്ലാഹു തആല പരിപൂർണമായ വിജയവും ഉന്നതിയും എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള മോചനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരിക, സാമ്പത്തിക, മാനസിക, പൈശാചിക പ്രയാസങ്ങളും വിഷമങ്ങളുമായി കഴിയുന്ന, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ ദുആ ചെയ്തുകൊണ്ട് സുദീർഘമായ ഒരു ആമുഖ ഭാഷണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഒരുപാട് സമയം വൈകിയാണ് നമ്മുടെ ഈ നാടുകളിൽ പരിപാടികൾ ആരംഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ ആവേശത്തോടെ പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇരുന്ന് പ്രസംഗം കേട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ നാളെ സുബഹി ഖളായി പോയാൽ ഇതിന്റെ സംഘാടകരും അതിനേക്കാൾ ഇതിന്റെ പ്രഭാഷകനും നാളെ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുള്ളതിന്റെ പേരിൽ ഒരുപാട് ആമുഖം നീട്ടിപ്പരത്തി പറഞ്ഞ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മലക്കുകൾ ലജ്ജിച്ച മഹാനെന്ന തലക്കെട്ടിൽ 2 മണിക്കൂർ പ്രഭാഷണം ഞാൻ നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു എനിക്ക് ആരോഗ്യവും നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാനുള്ള മനസ്സും ഇരുകൂട്ടർക്കും അമല് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ നിലകൊള്ളുന്നത് മഹാനായ റാഫിഅ ബിൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലാണ്. ഇതുപോലത്തെ ഒരു വലിയ മഹാന്റെ മുമ്പിൽ നമ്മൾ നിന്ന് ഒരു വലിയ മലക്കുകൾ ലഭിച്ച ഒരു മഹാന്റെ കഥ പറയുമ്പോൾ നമ്മളൊക്കെ ആ ഒരു ഗണത്തിൽ പെടാനുള്ള പരിശ്രമമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. 30 ദിവസത്തെ വഅദ്, ഇതാണ് പരമ്പര. ഇതിനാണ് പരമ്പര എന്ന് പറയുന്നത്.
സാധാരണ 2-3 ദിവസത്തെ വയല് കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസത്തിൽ നല്ല ആളുകൾ കുറവാണ്, കാരണം തുടക്കമല്ലേ. രണ്ടാമത്തെ ദിവസത്തിൽ ആളുകൾ കൂടും, മൂന്നാമത്തെ ദിവസത്തിൽ ആളുകൾ വീണ്ടും കുറയും, നാലാമത്തെ ദിവസത്തിൽ സംഘാടകരുടെ എണ്ണം കുറയും, അഞ്ചാമത്തെ ദിവസമാകുമ്പോഴേക്ക് ആളുകൾ തീരെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ നമ്മുടെ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോഴും 30 ദിവസവും അൽഹംദുലില്ലാഹ് 30 ശബ്ദങ്ങൾ, 30 രീതിയിലുള്ള ശബ്ദങ്ങൾ, 30 രീതിയിലുള്ള വിഷയങ്ങൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടി. ഇന്ന് 24ാമത്തെ രാത്രി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് നാളെ അള്ളാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിൽ നമുക്ക് ഉന്നതമായ പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ കണ്ണ് കണ്ടുകൂടാത്ത അന്ധനായ, അന്ധത ബാധിച്ച കണ്ണും കൊണ്ട് തന്റെ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോയ ഒരു അന്ധന്റെ കയ്യിൽ തന്റെ സഹോദരൻ രാത്രി ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മടക്കയാത്രയിൽ നിനക്കത് ഉപകരിച്ചേക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അന്ധൻ വളരെ ആശ്ചര്യത്തോടെ തന്നെ അയാളോട് ചോദിച്ചു, കണ്ണ് കണ്ടുകൂടാത്ത എനിക്കെന്തിനാണ് നിങ്ങൾ വിളക്ക് തന്നത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവർ നിങ്ങളുടെ മേൽ തട്ടി വീഴാതെ മറ്റുള്ളവർക്ക് കാഴ്ചയായി കാണാൻ പറ്റുന്ന രീതിയിൽ ഈ വിളക്ക് അവർക്ക് ഉപകരിക്കും, അതുകൊണ്ട് നിങ്ങൾ പിടിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞു. പാതിരാത്രിയുടെ നടുവിൽ നഗരമധ്യത്തിലൂടെ വിളക്കും പിടിച്ചുകൊണ്ട് അന്ധനായ സഹോദരൻ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് മേലിൽ തട്ടി മറിഞ്ഞു വീണു. ദേഷ്യം വന്നു പോയ ഈ സഹോദരൻ മറിഞ്ഞു വീണ ആളിന്റെ ഉടുപ്പിന് പിടിച്ച്, ഷർട്ടിന് പിടിച്ച് പൊക്കിയെടുത്ത് അയാളോട് ചോദിച്ചു, നിനക്ക് കണ്ണില്ലേ? ഞാൻ വിളക്കം കത്തിച്ചു പിടിച്ചു വരുന്നത് നീ കണ്ടില്ലേ? പിന്നെന്തിനാണ് എന്റെ മേലിൽ തട്ടി മറിഞ്ഞു വീണത്? ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന ആ സഹോദരൻ അന്ധനോട് പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ അനുഗ്രഹീതമായ രാവിലെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളുടെ അവസ്ഥ ഇതല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അന്ധനായ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ വീണ മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത്, എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ കയ്യിൽ വിളക്കൊക്കെ ഉണ്ട്, പക്ഷേ അത് കെട്ടുപോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന വിളക്ക് അണഞ്ഞുപോയി, മണിക്കൂറുകൾ കഴിഞ്ഞത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാത്തത് കൊണ്ടാണ്. ഇതുപോലെയല്ലേ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? നമുക്ക് ഇൽമുണ്ട്, കുറവൊന്നുമില്ല, ഇബാദത്തുണ്ട്, കുറവൊന്നുമില്ല, എല്ലാം നമ്മുടെ കയ്യിൽ അൽഹംദുലില്ലാഹ് ഉണ്ട്. പക്ഷെ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ഹിദായത്ത് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അള്ളാഹു നമുക്ക് ഈ സദസ്സ് കൊണ്ട് ഒന്നുകിൽ പ്രസംഗിക്കുന്ന ഞാൻ നന്നാകണം. കാസർഗോഡ് ജില്ലയിൽ 2 കൊല്ലത്തിന് മുമ്പ് എല്ലാ ഭാഗങ്ങളിലും ഓടി നടന്ന് ഞാൻ പ്രസംഗിച്ചു. കാസർഗോഡ് ജില്ലയിൽ തൽക്കാലം പ്രസംഗം ഒഴിവാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാത്രയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഒഴിവാക്കി. ബഹുമാനായ എന്റെ സുഹൃത്ത് ജലീൽ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അദ്ദേഹം ഇടപെട്ട് അദ്ദേഹം നിർബന്ധിച്ചതിന്റെ പേരിൽ ബഹുമാനായതിന്റെ പ്രവർത്തകർ തിരുവനന്തപുരത്ത് സെൻട്രൽ ജുമാ മസ്ജിദിൽ വന്നു. ഒരു ദിവസം ഞാൻ വരാമെന്നേറ്റു. അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിച്ച് നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോൾ അല്ലാഹു തആല നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകി അങ്ങനെ ആകണം. നമ്മളൊരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ പാപങ്ങൾ കഴുകുന്നവരായിട്ട് എഴുന്നേറ്റ് പോകണം, അല്ലാതെ പാപങ്ങൾ വാരി കൂട്ടി എഴുന്നേറ്റ് പോകുന്നവരാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ വിഷയം മലക്കുകൾ ലജ്ജിച്ച മഹാനാണ്. മലക്കുകൾ ലജ്ജിച്ച മഹാനാണ്. ആരാണ് ആ വ്യക്തി? ആ വ്യക്തി ആരാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഭവനത്തിൽ ഈത്തപ്പന മടലുകൾ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് അതിന്റെ മുകളിൽ ചെളിവാരി പൊത്തി ഒരു വല്ലാത്ത ഒരു കോലത്തിലും രൂപത്തിലും ഭാവത്തിലും ഉണ്ടാക്കിയ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മണലു മാത്രം വിരിച്ചിട്ടിരിക്കുന്ന വീടിന്റെ ഉള്ളറകളിൽ അലക്ഷ്യമായിട്ട് നബി തങ്ങൾ വസ്ത്രം ധരിച്ചിരിക്കുന്ന നിമിഷത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു. ആയിഷയുടെ പ്രിയപ്പെട്ട ഉപ്പയാണ്, നബി തങ്ങളുടെ സമ്പര സഹചാരിയാണ്. പക്ഷേ നബി തങ്ങൾ എഴുന്നേറ്റു മാറുകയോ ആ മുണ്ട് നേരാവണ്ണം പിടിച്ചിടുകയോ ചെയ്യാതെ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. കുറെ നേരം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോഴും നബി തങ്ങൾ എഴുന്നേറ്റു മാറിയില്ല, ആ മുണ്ട് നേരാവണ്ണം പിടിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നോക്കി നിൽക്കുമ്പോ മൂന്നാമത്തെ വ്യക്തി കടന്നു വന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കയറി വന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മുണ്ട് നേരാവണ്ണം പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ബഹുമാനിച്ച് എഴുന്നേറ്റു മാറുന്നത് കണ്ട് 3 പേരും വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ആയിഷ റളിയല്ലാഹു തആല നബി തങ്ങളുടെ ചാരത്തണഞ്ഞുകൊണ്ട് ചോദിച്ചു,
ചോദിച്ചു, നബിയെ, എന്റെ പ്രിയപ്പെട്ട പിതാവും അങ്ങയുടെ സന്തത സഹചാരിയുമായ അബൂബക്കർ കടന്നു വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റു മാറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റു മാറി മുണ്ട് ശരിയാവണ്ണം പിടിച്ചിട്ടില്ല. ഉസ്മാൻ തങ്ങൾ കയറി വന്നപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകമായ ഒരു ബഹുമതി കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് മുണ്ടൊക്കെ നേരാവണ്ണം പിടിച്ചിട്ടതെന്ന് ചോദിച്ചപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, അബൂബക്കർ കടന്നു വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റുകൊണ്ട് മുണ്ട് ശരിയാവണ്ണം പിടിച്ചിടാതെ, ഉമർ കടന്നു വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റുകൊണ്ട് എന്റെ മുണ്ട് ശരിയാവണ്ണം പിടിച്ചിടാതെ, ഉസ്മാൻ കടന്നു വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് മാറിയ കാര്യം എന്തെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല ജിജ്ഞാസയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന മറുപടി കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ അസ്തഹീ മിൻ റജുലിൻ തസ്തഹീ മിൻഹുൽ മലായിക. ആയിഷ വന്നതാരെന്നറിയോ? വെറുമൊരു ഉസ്മാനല്ല, അല്ലാഹുവിന്റെ വാനലോകത്തുള്ള മാലാഖമാരെ പോലെ ലജ്ജിക്കുന്ന ഒരു മഹാനാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മലക്കുകൾ പോലെ ലജ്ജിക്കുകയാണ്. വാനലോകത്തുള്ള പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖമാരുണ്ടല്ലോ, ഇന്ന് എണ്ണിത്തീർക്കാൻ കഴിയാത്ത മാലാഖ സമൂഹമുണ്ടല്ലോ. ആ മലക്കുകളോട് മുഴുവനും ലജ്ജിക്കുന്ന, മലക്കുകൾ മുഴുവനും ബഹുമാനിക്കുന്ന, മാലാഖമാരെ മുഴുവനും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് കടന്നു വന്നത് ആയിഷ. ആയിഷ, ഞാൻ ബഹുമാനിക്കട്ടെ മലക്കുകളെ ബഹുമാനിച്ച വ്യക്തിയെ, ഞാൻ അംഗീകരിക്കട്ടെ മലക്കുകൾ അംഗീകരിച്ച വ്യക്തിയെ, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മാറിയതെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എവിടെയാണ്? അല്ലാഹുവിന്റെ മാലാഖമാരെ പോലെ ലജ്ജിക്കുന്ന ഒരു മഹാനാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ പോലെ ലജ്ജിക്കുന്ന ഒരു മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെങ്കിൽ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് പരിശോധിക്കുമ്പോ, ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മറക്കാൻ കഴിയൂല. ഉസ്മാൻ തങ്ങളെ മറക്കാൻ ലോകത്തുള്ള ഒരു വിശ്വാസിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് എന്റെയും നിങ്ങളുടെയും ഭവനത്തിനകത്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയുടെ ഉള്ളവകളിലേക്ക് ഞാനും നിങ്ങളെ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെത്തുന്ന ഓതാൻ വേണ്ടി, വായിക്കാൻ വേണ്ടി, പാരായണം ചെയ്യാം ഞാൻ നിങ്ങൾ കയ്യിലേക്ക് എടുക്കുമ്പോ ഈ ഖുർആൻ ഈ കോലത്തിൽ നമ്മുടെ കയ്യിലെത്തിച്ച് നമ്മൾ ആരാണ്? ഉസ്മാൻ തങ്ങളാണ്. ഈ ലോകത്തിന് ഒരാൾക്കും ഉസ്മാൻ തങ്ങളെ മറക്കാൻ കഴിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങള്? എന്റെ 2 പൊന്നുമക്കളെ കല്യാണം കഴിച്ച മഹാനാണ് ഉസ്മാൻ എന്ന് മാത്രമല്ല, 40 പെൺമക്കൾ എനിക്ക് ഉണ്ടാവുകയും ഒന്നൊന്നിന് പുറകെ ഒന്നൊന്നായി മരണപ്പെടുകയും ചെയ്ത എന്റെ 40 പെൺമക്കളെയും ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, എന്റെ 40 പെൺമക്കളെയും ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എന്റെ ഉസ്മാനായിരിക്കുമെന്ന് ലോകത്തിന്റെ നായകന് ലോകത്തോട് പ്രഖ്യാപിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ഞാൻ നിങ്ങളെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാരുടെ വിഷയമാണ് വനലോകത്തുള്ള മാലാഖമാരെ ലജ്ജിക്കുന്ന ഒരു മഹാന്റെ കഥയാ. ചെറുപ്പക്കാരാ, നമുക്ക് പറയാൻ കഴിയുമോ? കൂടെ കിടന്നിറങ്ങുന്ന ഭാര്യ പോലും നമ്മളെ ബഹുമാനിക്കുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ പോലും നമ്മളെ ബഹുമാനിക്കുന്നില്ല, നമ്മുടെ ശിഷ്യഗണങ്ങൾ പോലും നമ്മളെ ബഹുമാനിക്കുന്നില്ല, കൂടെ പറപ്പകൾ പോലും നമ്മളെ ആദരിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഉസ്മാനെ ബഹുമാനിച്ചത് മാലാഖമാരാണ്. അല്ലാഹുവിന്റെ മാലാഖമാര് പോലും ലജ്ജിച്ചു പോയ മഹാന്റെ കഥ പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുക. മഹാനായ റാഫി ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ എന്റെ കാസർഗോഡത്തെ ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, ചരിത്രങ്ങൾ കേൾക്കലല്ല പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ പറയലല്ല പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ പറയുന്നതിനേക്കാൾ, കേൾക്കുന്നതിനേക്കാൾ, സംഘടിപ്പിക്കുന്നതിനേക്കാൾ, വായിക്കുന്നതിനേക്കാൾ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഒരു മഹാന കഥ പറഞ്ഞുകൊണ്ട് ചരിത്രത്തിന്റെ ഒരു പുതിയ അധ്യായം നമുക്ക് തുറന്നുകൊണ്ട് ഇവിടെ നിന്ന് വിട പറയാ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കുകൾ പോലും ലജ്ജിച്ച മഹാനാണ്.
ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് 4 മെസ്സേജുകൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 4 മെസ്സേജുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഉണർന്നിരുന്ന് സാധാരണ വാഴ് കേൾക്കാൻ നമ്മളൊക്കെ ഒരുപാട്, ഇന്നലെ ഞാൻ കൊല്ലം ജില്ലയിൽ വാഴ പറഞ്ഞ് തീർന്ന സമയമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണമാണ് ഏതൊരു പ്രഭാഷകന്റെയും ഉന്മേഷം. അതുകൊണ്ട് നിങ്ങൾ വളരെ ഉഷാറായി തന്നെ ഈ പരിപാടി യഥാർത്ഥത്തിൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നാളെ മറ്റന്നാളാണ് വിശുദ്ധമായ ഉംറയ്ക്ക് ഞാൻ പോയി. വിശുദ്ധമായ ഉംറ നിർവഹിച്ച് ആ ഉംറ കഴിഞ്ഞ് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്ത് വന്ന് സിയാറത്ത് ചെയ്ത് യഥാർത്ഥത്തിൽ മറ്റന്നാളാണ് ഞാൻ എത്തേണ്ടത്. പക്ഷേ ഈ പരിപാടി ഞാൻ വളരെ കുറച്ചു മാത്രം എത്തിയിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ ഈ മാലിക്കുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്ന് നമുക്ക് എപ്പോഴും സിയാറത്തിന് ഭാഗ്യം കിട്ടണമെന്നില്ല. ഇതുപോലുള്ള സൗകര്യങ്ങൾ പ്രഭാഷണ വേദികൾ ഉള്ളപ്പോഴാണ് നമുക്കതിനുള്ള സൗകര്യം കിട്ടുക. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇവിടത്തെ പരിപാടി മുടക്കണ്ടെന്ന് കരുതി വെള്ളിയാഴ്ച രാവിലെ ഞാൻ എന്റെ നാട്ടിലെത്തി. ആകെ അല്ലാഹ് ഷരീഫിൽ നിൽക്കാൻ കഴിഞ്ഞത് ഒരൊറ്റ ദിവസം മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ചരിത്രങ്ങൾ കേളിട്ട് പോകലില്ല, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ട് 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം. കാസർഗോഡ് ജില്ലക്കാരുടെ മർമ്മം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾക്ക് നല്ലതുപോലെ വാളും പറയണം, നിർത്താൻ പാടില്ല. കാസർഗോഡ് ജില്ലയിലെ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, ഇടയ്ക്ക് നിർത്താൻ പാടില്ല. ഒറ്റ ശ്വാസത്തിൽ വാള് പറഞ്ഞാൽ റാഹത്താകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിക്കാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. 2 ചരിത്രങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. 2 ചരിത്രം. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2 ചരിത്രങ്ങൾ ഞാൻ ഇന്ന് പറയും. അതിൽ നിന്ന് 4 സന്ദേശങ്ങൾ, 4 മെസ്സേജുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 1ാമത്തെ ചരിത്രം, അതിൽ നിന്നുള്ള പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ഒരു തോട്ടത്തിൽ ഒരു വിശ്രമത്തിലാണ്. മദീന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു തോട്ടത്തിൽ റസൂലുള്ളാഹി നല്ല വിശ്രമത്തിലാണ്. ആ മന്ദമാരുതൻ ഇങ്ങനെ അടിച്ചു വീശുന്ന മണലാരുണ്യത്തിന്റെ കഴുകിത്തലോടലേറ്റ് അള്ളാഹുവിന്റെ റസൂല് വിശ്രമിക്കാൻ വേണ്ടി മുന്തിരിപ്പൂവള്ളികളുടെയും അതുപോലെ തന്നെ മുന്തിരിപ്പൂവള്ളികളുടെയും ഈത്തപ്പന കുലകളുടെയും ശീതളശായയിൽ ആദരവായ പ്രവാചകൻ ഇങ്ങനെ പരിരസിച്ചുകൊണ്ട് നടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വാതിൽ തുറന്നിട്ട് വേണം മദീനത്തെ ആ തോട്ടത്തിലോട്ട് കടന്നു വരാൻ. അള്ളാഹുവിന്റെ റസൂലിനെ പെട്ടെന്ന് ആരും വന്ന് ആക്രമിക്കാതിരിക്കാനും നബി തങ്ങളുടെ മുമ്പിൽ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വാതിൽക്കൽ ഒരു കാവൽക്കാരൻ ഉണ്ടായിരുന്നു. ആ കാവൽക്കാരന്റെ പേരാണ് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന മഹാൻ എത്ര ഭാഗ്യം ചെന്ന മനുഷ്യനാണ്. റസൂലുള്ളാഹിന്റെ കാവൽക്കാരനാകാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ്. അബൂ മൂസ തങ്ങൾ പറഞ്ഞൊരു കാര്യം, അതാണ് 1ാമത്തെ ചരിത്രം എനിക്ക് പറയാനുള്ളത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനത്തുൻ നബവിയുടെ വാതിൽക്കൽ, മദീന പള്ളിയുടെ വാതിൽക്കൽ ഞാൻ കാവൽക്കാരനായി നിൽക്കുമ്പോ മദീനത്തെ ഒരു തോട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ വിശ്രമിക്കുകയാണ്. റസൂലുള്ളാഹിനെ തിരക്ക് പിടിച്ച പ്രബോധനത്തിന്റെ പ്രചരണത്തിന്റെ ആ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് റസൂലുള്ള ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മദീനത്തെ ഒരു തോട്ടത്തിൽ വന്നിരിക്കുമ്പോ അതിന്റെ കാവൽക്കാരനാകാ ഭാഗ്യം കിട്ടിയാളാ അബൂ മൂസ റളിയല്ലാഹു അൻഹു. അബൂ മൂസ തങ്ങൾ പറയുകയാണ്, ഞാൻ മദീന പള്ളിയുടെ വാതിൽക്കൽ ഞാൻ കാവൽ നിൽക്കുമ്പോ ആരോ വന്ന വാതിൽക്കൽ മുട്ടുകയാണ്, ആരോ വന്ന വാതിൽ മുട്ടുകയാണ്. പെട്ടെന്ന് കതക് തുറന്നു കൊടുക്കാൻ എനിക്ക് അനുവാദമില്ല. ഞാൻ വെറും ഒരു കാവൽക്കാരനല്ലേ, ഞാൻ ഓടുകയാ. അബൂ മൂസ തങ്ങൾ തന്നെ പറയുകയാണ്, ഞാൻ ഓടിച്ചെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, ആരോ മദീനത്തെ പള്ളിയുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്, തുറന്നു കൊടുക്കണോ? ആരോ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്, തുറന്നു കൊടുക്കണോ? ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി എന്തെന്നറിയുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, ഈമാനുള്ള ഇസ്ലാമിനോട്, ദീനിനോട്, ഖുർആനോട്, പണ്ഡിതന്മാരോട്, സാദാതീങ്ങളോട്, സഹാബത്തിനോട്, മഹാരഥന്മാരുടെ മഖാമിനോട് സ്നേഹമുള്ള ഇഷ്കുള്ള ഹുബ്ബുള്ള ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പെങ്ങന്മാരോട് പറയുകയാണ്, മദീനത്തുൻ നബവിയുടെ തോട്ടത്തിൽ നിന്ന് ആരോ ഒന്ന് വാതിൽക്കൽ മുട്ടിയപ്പോ റസൂലുള്ളാഹിന്റെ മുന്നിലോട്ട് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, പൊന്നാര നബിയേ, ആരോ വാതിൽ മുട്ടുകയാണ്, തുറന്നു കൊടുക്കണോ? എന്താണ് റസൂലുള്ളാഹിന്റെ മറുപടി എന്നല്ലേ? എന്താണ് മറുപടി
മറുപടി എന്നല്ലേ? ഞങ്ങൾ പറയുകയാണ് അബൂ മൂസ ഇഫ്തഹൂ ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, ചെന്ന വാതിൽ തുറന്നു കൊടുക്കുക, ഓടി ചെന്ന വാതിൽ തുറന്നു കൊടുക്കുക. നീ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയോട്, വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് നീ പറയേണ്ടതെന്തെന്നറിയോ? ബശ്ശിറുഹു ബിൽ ജന്ന, അല്ലാഹുവിന്റെ സുഖലോലുവ സ്വർഗമുണ്ടല്ലോ. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മനവീണ കമ്പുകളാരം കൊണ്ട് മുഖരിതമായ സുഖലോലുവ സ്വർഗം. ആ സ്വർഗം നിന്നെ കൊണ്ടെന്ന സുവിശേഷം കൂടി അറിയിക്കണേ അബൂ മൂസ. ചിന്തിക്കണേ സഹോദരങ്ങളെ, ആരാവാതിലിന്റെ മുട്ടിയെന്ന് റസൂലുള്ളാഹിന് അറിയില്ല, ആരാവാതിലിന്റെ മുട്ടിയെന്ന് അബൂ മൂസയ്ക്ക് അറിയില്ല. പക്ഷെ നബിതങ്ങൾ പറഞ്ഞതെന്താണ്? വാതിൽ തുറന്നു കൊടുത്തിട്ട് വാതിൽ നിൽക്കുന്ന വ്യക്തിക്ക് സ്വർഗമുണ്ടെന്ന് പറയുക. എന്തേ കാര്യം എന്റെ ചെറുപ്പക്കാരാ? എന്തേ 23 വർഷം കൊണ്ട് പൊന്നാര നബിതങ്ങൾ സ്വന്തമായെന്ന് പറഞ്ഞിട്ടില്ല? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു എന്നറിയിച്ചു കൊടുത്തു. അതല്ലാതെ മുത്തുനബി ലോകത്തിന്റെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനെ തന്നെയാ സംഭവിച്ചത്. അബൂ മൂസ തങ്ങൾ വന്ന് കനക് തുറന്നു കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ മഹാനായ ജിബ്രീൽ കടന്നു വന്നിട്ട് പറയുകയാണ്, നബിയെ അനുവാദ കൊടുക്കുക, മാത്രമല്ല അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന വാർത്ത കൂടി പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെല്ലുകയാ അബൂ മൂസ ഓടി ചെന്ന ഭാഗ്യവാനാരാ, ഭാഗ്യവാനാരാ. വാതിൽ ചെന്ന് തുറന്നു നോക്കുമ്പോ മുന്നിൽ നിൽക്കുന്നതാരെന്നറിയോ? അവ്വലു മൻ സദ്ദഖനി, അവ്വലു മൻ സവ്വതനി, അവ്വലു മൻ ദഖലൽ ജന്ന, അബൂബക്കർ സിദ്ദീഖ്. ആ വാതിലിന് മുമ്പിൽ നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഉറങ്ങിപ്പോകല്ലേ. ഈ വിഷയത്തിന്റെ മർമ്മമായ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലോട്ട് അബൂബക്കർ കടന്നുപോയി. അബൂ മൂസ വാതിൽക്കൽ ചെന്ന് കാത്തിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ വാതിൽക്കൽ മുട്ടുകയാണ്. അബൂ മൂസ അനുസരണയുള്ള കാവൽക്കാരനാണ്. അബൂ മൂസ അനുസരണയുള്ള കാവൽക്കാരനാണ്. അബൂ മൂസ ഓടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ ആരോ വാതിലിന് മുട്ടുന്നു, തുറന്നു കൊടുക്കണോ? നബി തങ്ങൾ അബൂ മൂസയോട് പറഞ്ഞതെന്താണ്? ഇഫ്തഹൂ ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, ചെന്ന് തുറന്നു കൊടുക്ക അബൂ മൂസ, സ്വർഗമുണ്ടെന്ന സുവിശേഷം കൂടി പറയുക. അബൂ മൂസ തങ്ങൾ ഓടി വന്ന് കതക് തുറക്കുമ്പോൾ ആരാ മുന്നിൽ നിൽക്കുന്നതെന്നറിയുമോ? മാ സലക ഫജ്ജൻ ഇല്ലാ വസലക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമർ റളിയല്ലാഹു തആല അൻഹു മുന്നിൽ നിൽക്കുന്നത്. ഉമർ തങ്ങളോട് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞു. അദ്ദേഹം കടന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും അതാ കാവൽ നിൽക്കുകയാണ്. ഇനിയും ശ്രദ്ധിക്കണേ, ഇനിയും ശ്രദ്ധിക്കണേ കാസർഗോഡുകാരാ, കാസർഗോഡത്തെ പെങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി പറയുന്ന കാര്യമൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ ഉമ്മ. മൂന്നാമതും ആരോ കതകിന് മുട്ടുകയാ. അബൂ മൂസ ഇരുന്നില്ല. അബൂ മൂസ ഓടി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, വീണ്ടും ആരോ കതകിന് മുട്ടുന്നു, തുറന്നു കൊടുക്കണോ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇഫ്തഹൂ ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, ചെന്ന് കതക് തുറന്നു കൊടുത്തിട്ട് സ്വർഗമുണ്ടെന്ന് പറയുക. അബൂ മൂസ തങ്ങൾ പറയാൻ വേണ്ടി തിരിയുമ്പോ, അബൂ മൂസ തങ്ങൾ പറയാൻ വേണ്ടി തിരിയുമ്പോ നബി തങ്ങൾ പറയുന്നു, നിക്ക് അബൂ മൂസ, നിൽക്ക് അബൂ മൂസ. അബൂ മൂസ തങ്ങൾ പെട്ടെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, തുറന്നു കൊടുത്താൽ മാത്രം പോരാ, സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇത് രണ്ടും മുൻഗാമികളായ 2 പേരോട് പറഞ്ഞതാണ്. മൂന്നാമത് കതകിന് മുട്ടിയ വ്യക്തിയോട് ഒരു കാര്യം കൂടി നിങ്ങൾ പറയുക. മൂന്നാമത് കതകിന് മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആരാണോ അവരോട് മൂന്നാമതൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. എന്താ കാര്യമെന്നറിയോ? അലാ ബൽവാ തുസീബോ, അലാ ബൽവാ തുസീബോ, വലിയ
പരീക്ഷണങ്ങൾ ഒരുപാട് വരും, പരീക്ഷണങ്ങൾ ഒരുപാട് വരും, പ്രതിസന്ധികൾ ഒരുപാട് വരും, ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും, പരീക്ഷണങ്ങളുടെ കൂമ്പാരം നിങ്ങൾക്ക് വരും. ഈ ഒരു കാര്യം കൂടി മൂന്നാമത്തെ ആളിനോട് പറയാൻ പറഞ്ഞു. അബൂ മൂസ കണ്ണുകളോട് വരികയാണ്, അല്ലാഹുവേ, ആരാ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുന്നത്, ആരാ ദുനിയാവിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നത്? മുത്തുനബി പറഞ്ഞതല്ലേ സംഭവിക്കുക തന്നെ ചെയ്യുന്ന സംശയമില്ല. മൂന്നാമത് വന്ന കരകു തുറന്നു കൊടുക്കുന്നു. മുന്നിൽ നിൽക്കുന്നതാരാ? അല്ലാഹുവിന്റെ മാലാഖമാര് പോലും ലജ്ജിച്ച ലോകത്തിന്റെ നായകന്റെ 2 പൊന്നുമക്കളെ കല്യാണം കഴിച്ച് 2 പ്രകാശത്തിന്റെ പ്രൗഢോത്തര പ്രഭയെന്ന് പറഞ്ഞ 40 പെൺമക്കളുണ്ടായിരിക്കവേ ഒന്നൊന്നിന് പിറകെ ഒന്നൊന്നായി മരണപ്പെട്ട 40-നെയും ഞാൻ എന്റെ ഉസ്മാനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ലോകത്തിന്റെ മുത്തേ ഉസ്മാതങ്ങളാണ്. പതുക്കെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗമുണ്ട് ഉസ്മാതങ്ങളെ. ഉസ്മാതങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്. എന്നിട്ട് നേരെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കയറാൻ പോകുന്നു. വാതിൽ പടിയിൽ കാലെടുത്ത് വെച്ച് ഉസ്മാതങ്ങളെ മുത്തുനബിയെ മുഖം കാണിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അബൂ മൂസ വിറച്ചു പറയുകയാണ്, തങ്ങളെ നബിതങ്ങളെ നിങ്ങളോട് പറയാൻ പറഞ്ഞു, അലാബൽ വാതുസീബുഹു, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരും തങ്ങളെ, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും തങ്ങളെ, ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ കൂരാമ്പുകൾ നിങ്ങൾ നേരിടേണ്ടി വരും തങ്ങളെ. ആ സമയത്ത് എന്താണ് മറുപടി പറയുക? ഉസ്മാൻ തങ്ങളുടെ മറുപടി ഉണ്ടെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ ദൈനീ സ്നേഹമുള്ള പെങ്ങളോട് പറയുകയാ, പ്രതിസന്ധികൾ വരുമെന്ന് പറഞ്ഞപ്പോ, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങളുടെ മറുപടി ഉണ്ടെന്നറിയോ? ഞാനും നിങ്ങളുമാണെങ്കിൽ ഓടി വന്ന് റസൂലുള്ളാഹിന്റെ കാലിൽ വീഴുമല്ലോ. ഞാനും നിങ്ങളുമാണെങ്കിൽ ഓടി വന്ന് പൊന്നാര നബി തങ്ങളുടെ കാലിൽ വീണിട്ട് നബിയേ താങ്ങാൻ കാണില്ല, സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല, അതുകൊണ്ട് പരീക്ഷണങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ നബിയേ, പരീക്ഷണങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ നബിയേ. പക്ഷെ ഉസ്മാൻ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല, ഉസ്മാൻ തങ്ങൾ അങ്ങനെ പറയൂല. ഉസ്മാൻ തങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വന്നതെന്നറിയോ? പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞപ്പോ മദീനത്തുൻ നബവിയുടെ വാതിൽക്കൽ കാലെടുത്ത് വെച്ച ഉസ്മാൻ തങ്ങള് നബി തങ്ങളുടെ സവിശേഷം അറിയിച്ചു കൊടുത്തപ്പോ, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങളുടെ പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ന് പ്രഖ്യാപനമെന്നറിയോ? അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ. ഇത്രയും വലിയ ഈമാൻ ലോകത്തൊരു വ്യക്തികൾക്കില്ല, ഇത്രയും വലിയ അചഞ്ചലമായ ഈമാൻ ലോകത്തൊരു വ്യക്തികൾക്കില്ല. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട്, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പെങ്ങന്മാരോട്, ഈ ബോധത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരോട് വിനയത്തിന്റെ ഭാഷകൾ ഞാനെന്ന് പറയട്ടെ. പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയല്ല, പരീക്ഷണങ്ങൾ വരുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരനല്ല, പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ജിന്നുമ്മയല്ല, പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലും മധുരങ്ങളിൽ നിന്ന് അടർന്നു വീണിട്ടില്ലാത്ത ആമിനാണ് പൊന്നുമോന് പറഞ്ഞതാണ്. പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ തങ്ങളുടെ പ്രതികരണം എന്താണ്? അല്ലാഹുൽ മുസ്തആൻ. അതിനെന്താ വിഷമിക്കേണ്ടത്? എനിക്ക് എന്റെ റബ്ബുണ്ടല്ലോ, എനിക്കെന്റെ പടച്ചോനുണ്ടല്ലോ, എനിക്കെന്റെ നാഥനുണ്ടല്ലോ, അവനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന മക്കളെ, എന്റെയും നിങ്ങളുടെയും പരീക്ഷണങ്ങൾ ആരെയാ ഏൽപ്പിക്കുക? എന്റെയും നിങ്ങളുടെയും പ്രതിസന്ധികളെ നമ്മൾ ആരെയാ ഏൽപ്പിക്കുക? അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടെന്ന ചിന്ത നമുക്ക് വേണ്ടേ? അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ചിന്ത വേണ്ടേ? അല്ലാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നത്, അവനാണ് നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നത്, അവനാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന ചിന്ത വേണ്ടേ? അതുകൊണ്ട് ഏത് പരീക്ഷണം വന്നാലും, ഒരു തലവേദന വന്നാലും, ഒരു പനി വന്നാലും, ഒരു പ്രതിസന്ധി വന്നാലും, ഒരു പരീക്ഷണം വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്ന് ആദ്യം വരേണ്ടത് അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹുവേ, ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്.
ഏൽപ്പിക്കുകയാണ്, നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നീ നോക്കിക്കൊള്ളണേ തമ്പുരാന്, നീ ഞങ്ങളുടെ കാര്യം ഏറ്റെടുക്കണേ തമ്പുരാന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വന്ന മന്ത്രമതാണെങ്കിൽ ഈ ചരിത്രത്തിൽ നിന്ന് ഒന്നാമത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ മുജാഹിദാക്കണ്ട, ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ബിദ്അത്തുകാരനാക്കണ്ട. ആലിമീങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നതിന് എതിരല്ല. മഹാനായ റാഫി ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന്റെ മുമ്പിൽ വന്ന്, അതുപോലെ സയ്യിദ് ഉമറിന്റെ മുമ്പിൽ വന്ന്, സാദാതികളുടെ മുമ്പിൽ വന്ന്, അവരുടെ മഖാമിൽ വന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്നതിന് തടസ്സമില്ല. അത് ചെയ്യുന്നത് മുഅ്മിനീങ്ങൾ തന്നെയാണ്, അത് ഈമാനിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കാതെ, മറ്റൊരു രീതിയിൽ ചിന്തിക്കാതെ ഇല്ലാ റബ്ബിലേക്ക് തുറന്നു പറഞ്ഞിട്ട് അല്ലാഹു നമ്മളെ പോലെയാക്കാത്ത, നമ്മളെക്കാൾ ഈമാൻ കൊടുത്ത, നമ്മളെക്കാൾ മഹത്വം കൊടുത്ത, നമ്മളെക്കാൾ ഇബാദത്തെടുത്ത ഈ മഹാരഥന്മാരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് അവരുടെ തവസ്സുലാക്കിയിട്ട് നമ്മൾ ദ്വാരക്കുമ്പോ അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനൊന്നും ഞാൻ എതിരല്ല. എങ്കിലും ഞാൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ അതെല്ലാം പിടിച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ പറയേണ്ടത് എന്താണ്? അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹുവേ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. ഒരിക്കലും സയ്യിദുമാരുടെ കൈപിടിച്ചു ദുആരക്കാൻ പറയുന്നതിനോ, ആലിമീങ്ങളുടെ ദുആരക്കാൻ പറയുന്നതിനോ, ഈ മഖാമുകളുടെ മുമ്പിൽ വന്നവരെ തവസ്സുലാക്കിയിട്ട് ദുആരക്കുന്നതിന് എതിരല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശമായ അവസ്ഥകളിലേക്ക് ഇന്ന് പലരും എത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു ചെറിയ തലവേദന അല്ലെങ്കിൽ ഒരു മകളുടെ കല്യാണം വന്നു, ഉദാഹരണം മകളുടെ കല്യാണം വന്നു, നയാ പൈസ കയ്യിലില്ല, ഒരൽപ്പം പോലും സ്വർണ്ണ ആഭരണം നമ്മുടെ കയ്യിലില്ല. നമ്മൾ എന്താ ചെയ്യാ? ആദ്യം നമ്മൾ ചെല്ലും ഏതെങ്കിലും ഒരു വട്ടിപ്പലിശക്കാരന്റെ കയ്യിൽ ചെന്നിട്ട് ചോദിക്കും, മകളുടെ കല്യാണമാണ്, എന്താ ചെയ്യാ, നിങ്ങൾ വല്ല ചെയ്യോ? എല്ലാം കൊടുത്തിരിക്കാൻ, ഇനി വന്നാലേ ഉള്ളു തരാൻ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവരെ അങ്ങ് ഒഴിവാക്കുമ്പോ നമ്മൾ നേരെ പോകുന്നു അവസാനത്തെ കൈ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിയിൽ പോയിട്ട് പലിശയ്ക്ക് പണമെടുക്കാൻ ഒരുങ്ങുന്നു. അവിടെ ചെല്ലുമ്പോ അവര് പറയുന്നു, ഇത്ര രൂപ പലിശയാണ്, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കല്യാണം കഴിയുന്നതോടെ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുള്ള ഘട്ടമെത്തുന്നു. നമ്മൾ അവിടെ നിന്ന് വരുന്നു, നേരെ വന്നിട്ട് നമ്മുടെ വീടിന്റെ അയൽപക്കത്തുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുന്നു, പൈസ കടം ചോദിക്കുന്നു. അവരുമില്ല എന്ന് കൈമലത്തുമ്പോ നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയുന്നത് എന്താ? ഇനി എന്റെ പടച്ചോ നോക്കിക്കോട്ടെ, നീ അള്ളാഹ് ഏൽപ്പിച്ചിരിക്കാൻ. അവനെന്ത് ഏതാ? അള്ളാഹു ആരാ? നിന്റെ വട്ടിപ്പലിശക്കാരെക്കാളും കൊച്ചാണോ? നിന്റെ ബ്ലേഡ് കമ്പനിക്കാരനെക്കാളും താഴെയാണോ? നിന്റെ പണക്കൊഴുപ്പിന്റെ പണക്കാരന്റെ സമ്പന്ന വിഭാഗത്തിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ സമ്മതിക്കാൻ നിന്റെ പടച്ചതമ്പുരാന് യോഗ്യതയില്ല. അതല്ല വേണ്ടത്. ആദ്യം നിന്റെ മകളുടെ കല്യാണം വന്നു, ആദ്യം പറയണം, അല്ലാഹുവേ ഒരു നയാ പൈസ എന്റെ കയ്യിലില്ല, എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കാൻ. പക്ഷെ നീ പറഞ്ഞത് അങ്ങനെ ഏൽപ്പിച്ചിട്ട് അവിടെ ഇരിക്കാനല്ല, പരിശ്രമം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതാ ഇറങ്ങുകയാണ്, നിന്റെ സഹായം ഉണ്ടാകണം. നിന്റെ സഹായം ഉണ്ടാകണം. അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷയോടെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുക. പലിശയ്ക്ക് പണമെടുക്കാനല്ല, കടം ചോദിക്കാൻ, പലിശയ്ക്ക് പണമെടുക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രോഗം വന്നു, ആശുപത്രിയിൽ പോയി രക്ഷയില്ല, ഏറ്റവും കൂടിയ ഹോസ്പിറ്റലിൽ പോയി രക്ഷയില്ല, എല്ലാ ഭാഗങ്ങളിലും പോയി വീട്ടിൽ കൊണ്ട് കിടത്തി, ഒരു ചലനവും ഇല്ല. ഇനി പടച്ചോ നോക്കിക്കോട്ടെ. ഏറ്റവും ഒടുവിൽ അള്ളാഹ്ക്ക് പിന്നെ പടച്ചതമ്പുരാൻ ഹോം നേഴ്സ് അല്ലേ, എല്ലാ കാര്യം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് കിടത്തുമ്പോ പടച്ചതമ്പുരാൻ നോക്കാൻ. അങ്ങനെയല്ല, ഒരു രോഗം വരുമ്പോ അള്ളാഹുവേ എനിക്ക് രോഗം സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, നീയാണ് ഷാഫി, നീയാണ് കാഫി, നീ മാറ്റിത്തരണം നമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഇറങ്ങി. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ ആദ്യം റബ്ബിനല്ലേ ഏൽപ്പിക്കേണ്ടത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വന്ന
916 സുന്നിയാണ്, ഒരു സംശയവും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് വരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് ആദ്യം പറയാ, പടച്ചവനോട് ആദ്യം പറയാ. അതല്ലേ വേണ്ടത്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരു സഹോദരൻ കൂടപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, യാക്കൂബേ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, മുതുകൊക്കെ വളഞ്ഞു പോയല്ലോ, വില്ലുപോലെ നല്ല നിവർന്ന് നടന്നിരുന്ന മനുഷ്യനല്ലേ, ഇപ്പൊ ഇങ്ങനെ മുതുക് വില്ലുപോലെ വളഞ്ഞിരിക്കാൻ. അതുപോലെ തന്നെ കണ്ണ് കാഴ്ചയില്ലല്ലോ, എന്തുപറ്റി? ആ സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പരിതാപകരമായ അവസ്ഥ, വലിയ സങ്കടത്തോടെ തന്റെ സഹോദരനോട് പറഞ്ഞു, എന്റെ കണ്ണ് നഷ്ടപ്പെട്ടത് എന്റെ യൂസുഫിനെ നഷ്ടപ്പെട്ടതിലൂടെയാണ്. കരഞ്ഞ് 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 എന്റെ കൃഷ്ണമണി വെളുത്തുപോയി, എന്റെ പൊന്നുമോനായിരുന്നു എല്ലാം, എന്റെ പൊന്നുമോ നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞു കരഞ്ഞ് എന്റെ കാഴ്ച പോയതാണ്. ആട്ടെ, നിങ്ങളുടെ മുതുകു വളർന്നതുകൊണ്ടാ എന്റെ ബിന്യാമീനെ കൂടെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ പിന്നെ പുറത്തിറങ്ങാനില്ലായി, അങ്ങനെ പുറത്തിറങ്ങാതെ ഇരുന്നിരുന്ന് എന്റെ മുതുകു വളഞ്ഞു പോയതാണെന്ന് പറഞ്ഞപ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് യാക്കൂബ് നബിയോട് പറയുകയാ, യാക്കൂബ് നബിയേ, ഇന്നല്ലാഹ യുഖ്രിയുക സലാം. അല്ലാഹു സലാം പറയുകയാണ്, അല്ലാഹു സലാം പറയുകയാണ്. യാക്കൂബ് നബിയേ, അല്ലാഹു നിങ്ങളോട് സലാം പറയുകയാ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അമാ തസ്തഹി, അമാ തസ്തഹി, നാണമില്ലേ, 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 ലജ്ജയില്ലേ, ലജ്ജയില്ലേ, ലജ്ജയില്ലേ. യാക്കൂബ് നബി അത്ഭുതപ്പെട്ടു പോയി, യാക്കൂബ് നബി പരിഭ്രമശിഷ്ടനായി പോയി, യാക്കൂബ് നബി സംഭീതനായി പോയി, യാക്കൂബ് നബി വ്യാകുലവിഘ്നനായി പോയി. യാക്കൂബ് നബി അത്ഭുതത്തോടെ നോക്കുന്നു, എന്തുപറ്റി? ആ സമയത്താണ് ജിബ്രീൽ പറഞ്ഞത്, യാക്കൂബ് നബിയെ, നിങ്ങളുടെ ദുഃഖങ്ങൾ ഇന്ന് വരെ റബ്ബിനോട് പറഞ്ഞു, ഇന്ന് വരെ നാഥനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് വിളമ്പിയല്ലോ. ആ സമയത്ത് യാക്കൂബ് നബി പറഞ്ഞ വാക്കെന്തെന്നറിയോ? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ കാണാം. യാക്കൂബ് നബി പറയുകയാണ്, ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എന്റെ ദുഃഖങ്ങളും എന്റെ നൊമ്പരങ്ങളും എന്റെ രോദനങ്ങളും എന്റെ യാതനകളും എന്റെ വേദനകളും എന്റെ കണ്ണുനീരും നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണല്ലോ. അല്ലാഹു സ്വീകരിച്ചു. എന്ത് ചെയ്തു? യൂസുഫ് എന്ന പൊന്നുമോനെ തിരിച്ചു കൊടുത്തു, ബിന്യാമീൻ എന്ന പൊന്നുമോനെ തിരിച്ചു കൊടുത്തു. യൂസുഫ് എന്ന പൊന്നുമോനെ തിരിച്ചു കൊടുത്തതെങ്ങനാണ്? ചെറിയ പ്രായത്തിൽ ഒരു വസ്ത്രം ധരിക്കാതെ ഏതെങ്കിലും ഒരു കിണറിന്റെ ഉള്ളിലകപ്പെട്ടു പോയ ഒട്ടക്കിണറ്റിനകത്ത് കിടന്ന ഒരു ചെറിയ ബാലനായിട്ടാണോ തിരിച്ചു കൊടുത്തതല്ല. ഈജിപ്ത് എന്ന രാജ്യത്തിന്റെ അധികാരിയായി, ഈജിപ്ത് എന്ന രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ ചെങ്കോലമെടുക്കുന്ന ഭരണാധികാരിയായി പടച്ചതമ്പുരാൻ തിരിച്ചു കൊടുത്തു. ബിന്യാമീൻ എന്ന പൊന്നുമോനല്ല തിരിച്ചു കൊടുത്തു, ആ കാഴ്ചയും അല്ലാഹു തിരിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഇതാണ് പടച്ചതമ്പുരാൻ. അവനെ ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് പ്രതിസന്ധി വന്നാലും എന്റെ പടച്ചോ നോക്കട്ടെ, എന്ത് പരീക്ഷണം വന്നാലും എന്റെ പടച്ചോ നോക്കട്ടെ. ഈ ഒരു ചിന്ത എന്റെ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഭവിക്കുന്നതെന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണമല്ല കൊടുത്തു. ജീവിതത്തിന്റെ സായസന്ധി ഒരു പുത്രനെ കൊടുക്കുകയാ. ജീവിതത്തിന്റെ സായസന്ധി എന്ന് പറഞ്ഞാൽ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി വന്ന കുറെ മലക്കുകൾ ചെറുപ്പക്കാല വേഷത്തിൽ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വരുമ്പോ ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ്? ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്തേ നിങ്ങൾ ഇവിടെ കയറിയത്? വല്ല സുവിശേഷവുമുണ്ടോ? ഇബ്രാഹിം നബിയോട് മലക്കുകൾ പറയുകയാണ്, ഒരു പൊന്നുമോന്റെ സുവിശേഷം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അടുക്കളയിൽ നിന്ന് ഭാര്യ ചോദിക്കുകയാണ്, ഇബ്രാഹിം നബിയുടെ ഭാര്യ ചോദിക്കുകയാണ്, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാണ്? ഞാൻ കിളവിയായില്ലേ? അല്ലാഹുവിന്റെ തീരുമാനമാണ്. ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു പൊന്നുമോനെ കൊടുത്തു. എന്നിട്ട് അല്ലാഹു ഏറ്റവും വലിയൊരു പരീക്ഷണം ഇറക്കി കൊടുത്തു. ആ പൊന്നുമോനെ മിനാ താഴ്വരയിൽ കൊണ്ട് അറുത്ത് കളയുക. കയ്യിൽ കപ്പിയും പിടിച്ചു, വലതുകൈയിൽ പൊന്നുമോനെ പിടിച്ച് ജംറത്തുൽ ഊലയും ജംറത്തുൽ വുസ്തയും ജംറത്തുൽ അഖബയും കഴിഞ്ഞ് സഹോദരങ്ങളെ മിനാ താഴ്വരയിൽ കൊണ്ട് മലർത്തി കിടത്തിയിട്ട് മഹാനായ ഇബ്രാഹിം നബി ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അല്ലാഹു പരീക്ഷണത്തിൽ നിന്ന് രക്ഷ കൊടുത്തു. അല്ലാഹു പരീക്ഷണത്തിൽ നിന്ന് രക്ഷ കൊടുത്തു. പരീക്ഷണത്തിൽ നിന്ന് വിജയം കടിച്ചു. മഹാനായ ഇബ്രാഹിം നബി അല്ലാഹുവിനെ സ്തുതിച്ചു. എന്താ സംഭവിച്ചത്? അല്ലാഹു ഒരു മോനെ കൂടെ കൊടുത്തു. നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു മോനെ കൊടുത്തു.
എന്നിട്ട് അള്ളാഹു പറഞ്ഞു നടത്തു കാണിക്കാൻ. ഇബ്രാഹിം നബി ഒരു നിമിഷവും പകച്ചു നിന്നില്ല. തന്റെ പൊന്നുമോനെ അറുക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു വേണ്ട, അറുക്കണ്ട. ഒരു മോനെ അവസാന നിമിഷത്തിൽ അള്ളാഹു കൊടുത്തു. അതിനെ അറുക്കാൻ പറഞ്ഞ പരീക്ഷണം അത് നേരിട്ട് സ്വീകരിക്കാനുള്ള ഒരു മനക്കെട്ട്, ഒരു മനക്കരുത്ത് കാണിച്ചപ്പോ അള്ളാഹ് എന്ത് ചെയ്തു? ഒന്നുകൂടെ അധികം കൊടുത്തു. ഇസ്ഹാഖ് എന്ന പൊന്നുമോൻ, ഇസ്ഹാഖ് എന്നൊരു മോനെ കൂടെ കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അള്ളാഹുവെ എന്റെ മോനെ അറുക്കാൻ പറഞ്ഞു, എന്റെ മോനെ അറുക്കാൻ പറഞ്ഞു, അള്ളാഹ് എന്ത് ക്രൂരനാ, പടച്ചവൻ എന്ത് ക്രൂരനാ, അള്ളാഹു എന്റെ മോനെ അറുക്കാൻ പറഞ്ഞു പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കൂല. ഇവിടെ അള്ളാന്റെ മുമ്പിൽ പറഞ്ഞു പടച്ചോനെ ഓക്കെ ഞാൻ റെഡിയാണ്. മോനെ വാപ്പ ഇങ്ങനെ സ്വപ്നം കണ്ടു, എന്ത് വേണ്ടത്? വാപ്പ അറുത്തോളി എന്ന് പറഞ്ഞിട്ട് മകൻ മലർന്ന് കിടന്നു കൊടുക്കാൻ. അപ്പൊ എന്ത് സംഭവിച്ചു? അള്ളാഹു ആ മോനെ കൊടുത്തു മാത്രമല്ല ഒരു മോനെ കൂടെ അള്ളാഹ് അധികം കൊടുത്തു. അതാണ് പടച്ച തമ്പുരാൻ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ, പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈമാൻ പിഴച്ചു പോകുന്നവരായി മാറാൻ പാടില്ല. ഏതെങ്കിലും ഒരു രോഗം നമുക്ക് വരുമ്പോൾ, കഠിനമായ രോഗം വരുന്ന സമയത്ത് ആത്മഹത്യയുടെ വക്കിലേക്ക് നാം ചിന്തിക്കണ്ട. ആത്മഹത്യയുടെ വക്കിൽ ഞാനും നിങ്ങളും എത്തപ്പെടണ്ട. എല്ലാം അങ്ങ് റബ്ബിനെ ഏൽപ്പിക്കുക. നമുക്കെന്ത് സ്വാതന്ത്ര്യമുള്ളത്? അള്ളാഹു തന്ന ഭൂമി, അവന്റെ ആകാശത്തിന്റെ തണല്, അവൻ തന്ന വസ്ത്രം, അവൻ തന്ന ഭക്ഷണം, അവൻ തന്ന വെള്ളം, അവൻ തന്ന വായു, അവൻ തന്ന ജലം, ഇതൊക്കെ അവൻ തന്നു. പിന്നെ പരീക്ഷണം കൂടെ തന്നാൽ നമ്മൾ സഹിക്കല്ലാതെ മറ്റൊന്നും വഴിയില്ല. എല്ലാം അവന്റേതാണ്. നമ്മുടെ കൈയും നമ്മുടെ കാലും ഒക്കെ ഇന്ന ഹയാത്തി വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതവും സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം പടച്ചവനുള്ളതാണ്. പിന്നെന്തിനാ നമ്മൾ വിഷമിക്കുന്നേ? അള്ളാഹു തന്ന പരീക്ഷണം അവൻ തിരിച്ച് നമ്മൾ എടുക്കുന്നെങ്കിൽ എടുത്തോട്ട് ഒരു കുഴപ്പമില്ല. ആ ഒരു മനസ്സരുത്ത് നമുക്ക് ഉണ്ടാകണം. സാറേ നമുക്കതിനുള്ള മനക്കെട്ടിയില്ല. ശരിയാണ്. നമുക്ക് എനിക്ക് പറയലല്ലാതെ എനിക്കൊരു രോഗം വന്നാൽ ഞാൻ വാടിയെന്ന് വീഴൂലേ? നിങ്ങൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ കുഴഞ്ഞങ്ങ് വീഴൂലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ എന്ത് വേണം? പരീക്ഷണങ്ങൾ വരാതെ നോക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാഹനെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ എത്ര വലിയ പരീക്ഷണം വന്നാലും പിടിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പരീക്ഷണങ്ങൾ വരാതെ നമ്മളെ സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്താ വേണ്ടത്? ഒരു ദുആ പറഞ്ഞുതരാം. അള്ളാഹു എന്നും നിത്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ദുആ നമ്മൾ നിത്യമാക്കിയാൽ പൊടുന്നനവയുള്ള പരീക്ഷണങ്ങൾ വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് പരീക്ഷണങ്ങൾ വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ആഫിയത്ത്, അതിലുള്ള തോക്കത്ത്, അതിനുള്ള ഈമാൻ, അതിനുള്ള പവർ നമുക്കില്ല. അത് എല്ലാവർക്കും അറിയാം. മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നു പോയാൽ നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കാളമ്പാടി ഉസ്താദിന്റെ കഥ പറയുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ഏത് ഗ്രൂപ്പായിരുന്നാലും അതിന്റെയൊക്കെ പണ്ഡിതന്മാര്, അതിന്റെയൊക്കെ മാർഗദർശികളായ പണ്ഡിതന്മാര്, അവരൊക്കെ വലിയ ത്യാഗം ചെയ്തവരാണ്. കാളമ്പാടി ഉസ്താദിന്റെ കഥ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പൊന്നുമക്കൾ മരണപ്പെട്ട വാർത്ത എറിഞ്ഞത്. ആ സമയത്ത് അപകടത്തിൽ 2 പെൺമക്കൾ മരിച്ചു എന്ന വാർത്ത എറിഞ്ഞപ്പോ ദർസെടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദ് പെട്ടെന്ന് അധ്യായം മടക്കിയതിനു ശേഷം ഉസ്താദ് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളാണെങ്കിലോ ഇതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടും. ബുഖാരിയും മിശ്കാത്തും മുസ്ലിമും ഒക്കെ ദൂരത്തെറിക്കും. പക്ഷെ ഉസ്താദ് അതല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞിട്ട് വീണ്ടും കിതാബ് നിവർത്തിയെടുത്ത് കുട്ടികൾക്ക് ദർസെടുക്കും. എന്തൊരു ഈമാനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മക്കളെ തിരിച്ചടിക്കുന്നത് അള്ളാഹു ഈമാൻ പരിശോധിക്കുന്നതിന്റെ അടയാളം. ഏത് ചരിത്രം നിങ്ങൾ പരിശോധിച്ചു, ആദം നബിയുടെ ഈമാൻ പരിശോധിക്കാൻ അല്ലാഹു തആല ഉള്ളതിൽ നല്ല മോനെ തിരിച്ചെടുത്തു. ഹാബീലിനെ കൊന്നു. ഹാബീലാണ് ഉള്ളതിന് നല്ല മോൻ, മറ്റും ഗുരുത്തം കിട്ടാനാണ്. അള്ളാഹു തിരിച്ചെടുത്ത് ഈമാൻ പരിശോധിച്ചു. നൂഹ് നബി അദ്ദേഹത്തിന്റെ ഈമാൻ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു തആല കൺമുമ്പിൽ തന്റെ പൊന്നുമോൻ മുങ്ങിച്ചാകുന്നത് കാണിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം നബിയുടെ ഈമാൻ പരിശോധിക്കാൻ ഇസ്മായിൽ നബി അറുക്കാൻ പറഞ്ഞു. യാക്കൂബ് നബിയുടെ ഈമാൻ പരിശോധിക്കാൻ 2 പൊന്നുമക്കളെയും കുറച്ചു നേരത്തേക്ക് മാറ്റിക്കളഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈമാൻ പരിശോധിക്കാൻ പിറന്ന എല്ലാ ആൺകുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. അള്ളാഹു മക്കളെ തിരിച്ചെടുത്തുകൊണ്ടാണ് പലരെയും ഈമാൻ പരിശോധിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം അള്ളാഹു തരുമ്പോൾ നമുക്കത് സഹിക്കാനുള്ള മനസ്സുണ്ടാകണം. കഴിഞ്ഞില്ലെങ്കിൽ പരീക്ഷണങ്ങൾ വരാതെ നോക്കുക. അതിനെന്താ വേണ്ടത്? പഠിച്ചോളി. മൊബൈലുള്ളവർ റെക്കോർഡ് ചെയ്തോളി, അല്ലാത്തവർ എഴുതിയെടുത്തോളി, ഇല്ലെങ്കിൽ മനനം ചെയ്തോളി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ബിസ്സമാ വഹുവ സമീഉൽ അലീം.
ആരെങ്കിലും ഒരു 3 പ്രാവശ്യം പറഞ്ഞാൽ എപ്പോഴാ പറയേണ്ടത്? വൈകുന്നേരം ആരെങ്കിലും 3 പ്രാവശ്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നേരം വെളുക്കുന്നത് വരെ പരീക്ഷണങ്ങളൊന്നും വരൂല. നേരം വെളുത്താരെങ്കിലും 3 വട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവന് പരീക്ഷണങ്ങളൊന്നും വരുന്നതല്ല. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ പെട്ടെന്ന് വരാതിരിക്കാൻ മുത്തുനബി പഠിപ്പിച്ച ഒരു ദുആയാണ്, മറക്കണ്ട. ഹദ്ദാദിലുള്ള ഒരു ദുആയ ദിക്റാണ്. ഇന്ന് ഹദ്ദാദുകൾ പള്ളികളിൽ നിന്ന് അസ്തമിച്ചു പോയി. ഇന്ന് ഹദ്ദാദ് പള്ളിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ആപത്തുകൾക്ക് കുറവില്ല, വിപത്തുകൾക്ക് കുറവില്ല. ആരെങ്കിലും 3 പ്രാവശ്യം ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം 3 വട്ടം രാവിലെ പറഞ്ഞാ വൈകുന്നേരം വരെ ഓക്കെയാ. വൈകുന്നേരം പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ ഒരാപത്തും അവന് നേരിടേണ്ടി വരില്ലെന്ന് ലോകത്തിന്റെ മുത്ത് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പള്ളികളിൽ നിന്ന് ഇവിടെ ഹദ്ദാദ്, തെക്കൻ കേരളത്തിൽ ഹദ്ദാദുകൾ പള്ളിയിൽ നിന്ന് പറിച്ചെറിഞ്ഞു. ചിലരുടെ കടന്നുകയറ്റം പലതിന്റെയും ദൂരത്താക്കുന്നതിന്റെ കാരണങ്ങളായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പരിശുദ്ധമായ പള്ളികളിൽ ഈ ദിക്റുകൾ ചൊല്ലാത്തൊരു സാഹചര്യമുണ്ടായി. ആദരണീയനായ എന്റെ ഉസ്താദ് ആദ്യമായിട്ട് ഫൈസാബാദിൽ നിന്ന് ഡിഗ്രി എടുത്തിറങ്ങിയ ബഹുമാനപ്പെട്ട ശൈഖുനാ കെ.പി. അബൂബക്കർ ഹസ്രത്ത് ജാമിയ മന്നാന യൂണിവേഴ്സിറ്റി, ആ കോളേജിന്റെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന ഉസ്താദ് ഞങ്ങൾ ഉപദേശിക്കും പറയാറുണ്ട്, ഹദ്ദാദ് ഓതുന്നവർക്ക് പിന്നെ അത് വേണോ എന്നൊരു ചിന്ത പോലും അല്ലാഹു തആല പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, കള്ളന്മാരെ വീട്ടിൽ കയറില്ല എന്ന് മാത്രമല്ല, അത് വേണോ എന്ന ചിന്തയുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഹദ്ദാദ് ഓതിയാൽ മതിയെന്ന്. അങ്ങനെയുള്ള മുഴുവൻ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഹദ്ദാദ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. അത് മൊത്തം ഔറാദുകളല്ലേ, ദിക്റുകളല്ലേ, അതൊരു സുഖമാണ് എന്റെ സഹോദരങ്ങളെ. ദായിമായി നിസ്കരിക്കുന്നവൻ, ഒരു കാരണവശാലും നിസ്കാരം മുടക്കാത്തവൻ, അതൊരു സുഖം തന്നെയാണ്, അതൊരു ലഹരിയാണ്. അല്ലേ, മഹാന്മാരായ തസവൂഫിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചെന്താണ്, സൂഫിയാക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചെന്താണ്, വ്യഭിചാരശാലയിൽ കയറുമ്പോഴും മദ്യപാനി മദ്യശാപ്പിൽ കയറുമ്പോഴും കിട്ടുന്ന സുഖത്തെക്കാൾ സുഖമാണ് മാമരം കോച്ചുന്ന തണുപ്പത്ത് ഐസ് വെള്ളം കൊണ്ട് ഒതുവ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സുഖം ബാറിൽ നിൽക്കുന്ന പിന്നെ മദ്യപാനിയേക്കാൾ അവന് കിട്ടുന്ന സുഖത്തെക്കാൾ വലിയ സുഖമാണ് ഞങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറയുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിക്കാത്തൊന്ന് നോക്കിയേ. സ്ഥിരമായി നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നു. ആ നിസ്കാരം നിർവഹിക്കുന്നവൻ അതൊരു ലഹരിയായി മുടങ്ങൂല എന്ന് വാശി പിടിച്ച് അതൊരു പ്രതിജ്ഞ എടുത്തു കൊണ്ടുപോകുന്നവന് അതൊരു സുഖമാണ്, അതൊരു സുഖമാണ്. അല്ലാഹു നമുക്ക് ആ സുഖം തരട്ടെ. നമ്മുടെ ഇബാദത്തിനും ആ സുഖമില്ല. നമ്മൾ ഇങ്ങനെ അഴിച്ചുവിട്ട കാളകളെ പോലെ നടന്നുകൊണ്ടിരിക്കാൻ എന്റെയും നിങ്ങളുടെയും അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുആ നമ്മൾ പതിവാക്കിക്കോളി. പരീക്ഷണങ്ങൾ അല്ലാഹു തരാതിരിക്കട്ടെ, പരീക്ഷണങ്ങൾ അല്ലാഹു തരാതിരിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ മെസ്സേജ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തു പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ നമ്മൾ പഠിക്കുക. പരീക്ഷണങ്ങൾ വരാതെ ഈ ദുആ നമ്മൾ പതിവാക്കുക. രണ്ടാമത്തെ ചരിത്രമേതാണ്, പടച്ചോനെ അമൽ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നൂറുകണക്കിന് ആളുകളെ വിളിച്ച് മദീനത്ത് മക്കയുടെ പ്രാന്തപ്രദേശത്ത് വെച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൗഢഗംഭീരമായ സഹാബത്തിന്റെ താബിഈങ്ങളുടെ സദസ്സ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം കേട്ടുകൊണ്ട് നടന്നു വരികയാണ് ഒരു മിസ്രി. ഹജ്ജിന് വന്നതാണ്. നമുക്കറിയുമല്ലോ, പരിശുദ്ധമായ കഅബാലയത്തിലെത്തിയാൽ എവിടെ നിന്നെല്ലാം ആളുകൾ ഒഴുകി വരികയാ. അത്ഭുതമല്ലേ പരിശുദ്ധമായ കഅബ, അത്ഭുതമല്ലേ പരിശുദ്ധമായ മക്ക, അത്ഭുതമല്ലേ പരിശുദ്ധമായ റൗള, അത്ഭുതമല്ല, മഹാത്ഭുതമാണ്. ലോകാത്ഭുതങ്ങളെ 7 ലോകാത്ഭുതങ്ങളെ എണ്ണത്തിലേക്ക് ചേർക്കേണ്ട 2 എണ്ണമുണ്ട്. ലോകാത്ഭുതങ്ങൾ എഴുതി ചേർക്കേണ്ട 2 എണ്ണം വിട്ടുപോയി. സഹോദരങ്ങളെ, ബുദ്ധിയില്ലാത്തവരായി എഴുതി ചേർത്തത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാമത്തേതാണ് പരിശുദ്ധമായ കഅബയല്ലാതെ മറ്റെന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ? സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ
മനുഷ്യനും ഒരുപോലെ, പണ്ഡിതനും പാമരനോ കുബേരനോ കുചേലനോ സമ്പന്നനും ദരിദ്രനോ അടിമയും ഉടമയോ എല്ലാവരും ഒരു മുന്നെടുത്ത് ഒരു മുന്നിങ്ങനെ തോളിലൂടെ ഇട്ടുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് കഅബാലയത്തെ വലയം ചെയ്യുമ്പോ ലോകത്തെ ഏത് ഭവനവാ സഹോദരങ്ങളെ, ലോകത്തെ ഏത് പള്ളികൾ പരിശോധിച്ചാൽ സ്റ്റെപ്പ് കയറി പോകുന്ന പള്ളിയാണ്. ലോകത്തെ ഏത് പള്ളി പരിശോധിച്ചാൽ സ്റ്റെപ്പ് കയറി പോകുന്ന പള്ളിയാ. പക്ഷെ കഅബാലയം മാത്രമാണ് ഏറ്റവും താഴ്ന്ന സ്ഥലത്തിരിക്കുന്നത്, കഅബാലയം മാത്രമാണ്. ലോകത്തെ ഏത് പള്ളിയിൽ ചെന്ന് കയറുന്നവർ സ്റ്റെപ്പ് കയറിയാണ് പോവുക. കഅബാലയം ഒഴിച്ച് കഅബാലയം സ്റ്റെപ്പിറങ്ങിയാണ് ചെല്ലുന്നത്. ലോകത്തെ ഏറ്റവും താഴെയുള്ള ഗ്രന്ഥരാലയുള്ള ഗേഹമാണ് കഅബ. ലോകത്തെ ഏറ്റവും താഴ്ന്ന ഭാഗത്തുള്ള ഗേഹമാണ് കഅബ. ആ കഅബയിലേക്ക് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പ് ഇറങ്ങിയാണ്. ഇന്ന് തുർക്കി പള്ളി പൊളിച്ചപ്പോൾ സ്റ്റെപ്പില്ല, എന്നാലും എസ്കലേറ്റർ വെച്ച് താഴോട്ട് വെച്ചിട്ടുണ്ട് ഇറങ്ങിച്ചല്ല. ലോകത്തെ എല്ലാ പള്ളികളെ കയറി പോകുന്ന പള്ളികളാണെങ്കിൽ സ്റ്റെപ്പ് വെച്ച് മുകളിലോട്ട് കയറുന്ന പള്ളിയാണെങ്കിൽ കഅബാലയ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുന്നതാണ്. പക്ഷെ അതിന്റെ ഉയർച്ച എവിടെയാണ്? അതിന്റെ ഉയർച്ച എവിടെയാണ്? ആര് വിനയം കാണിക്കുമോ ഉയർത്തുമെന്നുള്ളത് ദുനിയാവിൽ തന്നെ അല്ലാഹു കാണിച്ചു കൊടുത്തതാണ്. കഅബാലയം വിനയമുള്ളതാണ്. കഅബാലയത്തേക്കാ മനുഷ്യരെല്ലാം തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. പക്ഷെ കഅബാലയത്തെ താഴ്ന്ന പ്രദേശത്താണ്. അല്ലാഹു അതിന്റെ ഉയർച്ച എവിടെയാ കൊടുത്തത്? സഹോദരങ്ങളെ, ഒന്നാമത്തെയാണ്, ഏറ്റവും മുമ്പന്തിയിലാണ് കഅബയുള്ളത്. ഇന്ന് ആ കഅബാലയത്തിന്റെ ചാരത്ത് ആയിരക്കണക്കായ താബീങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ ഓടി വരികയാണ്. മിസ്രി ഹജ്ജിന് വന്നതാണ്. മിസ്രി ഓടി വന്നിട്ട് ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്, ഇബ്നു ഉമറേ, എനിക്ക് 3 സംശയങ്ങളുണ്ടെന്ന് തീർത്തു തരുമോ? 3 സംശയങ്ങളുണ്ട്, തീർത്തു തരുമോ? പ്രിയപ്പെട്ടവരെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താ നിന്റെ 3 സംശയങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ സംശയം ഇതാണ്, ഉസ്മാൻ ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാളല്ലേ? ഉസ്മാൻ ഉഹദ് യുദ്ധം നടക്കുമ്പോ പിന്തിരിഞ്ഞോടിയാളല്ലേ? രണ്ടാമത്തെ ചോദ്യമേതാ, ബദർ യുദ്ധത്തിൽ ഉസ്മാൻ തങ്ങൾ പങ്കെടുത്തില്ലല്ലോ, ബദർ യുദ്ധത്തിൽ ഉസ്മാൻ തങ്ങൾ മാറി നിന്നയാളല്ലേ? മൂന്നാമത്തെ സംശയം ഇതാണ്, ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറയുന്ന ഹുദൈബിയയിൽ വെച്ച് നടന്ന സന്ധി, ആ സന്ധിയിൽ നിന്ന് മാറി നിന്നയാളല്ലേ ഉസ്മാൻ? ഈ 3 ചോദ്യത്തിനും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി എന്താണ്? ബലാ, ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാളാണ് ഉസ്മാൻ, ബദർ യുദ്ധത്തിൽ ഹാജരാകാത്തയാളാണ് ഉസ്മാൻ, ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുക്കാത്തയാളാണ് ഉസ്മാൻ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഈ ഹജ്ജിന് വന്ന മിസ്രി എന്ന് പറഞ്ഞെന്നറിയോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മിസ്രി വിജയ പേര് മുഴക്കുകയാണ്. മിസ്രി ഉസ്മാൻ തങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനാ. ഉസ്മാൻ തങ്ങളുടെ ബദ്ധവൈരിയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭരണത്തിൽ വല്ലാതെ ചൊറിച്ചിലുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ തങ്ങൾക്കെതിരെ ഇബ്നു ഉമറിന്റെ മറുപടി കേട്ടപ്പോ ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ, അതിലേറെ സന്തോഷത്തോടെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വിജയപേരി മുഴക്കിയ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ മിസ്രി അടുത്തേക്ക് വിളിച്ചിട്ട് ഇബ്നു ഉമർ പറയുകയാണ്, ഈ മിസ്രി ഇങ്ങ് വന്നേ, ഞാൻ പറഞ്ഞു തരാം, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ എന്താ ചോദിച്ചേ? ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോളാളാണ്. അതെ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, ഹുദൈബിയയിൽ വെച്ച് നടന്ന സന്ധി ബൈഅത്തുൽ റിദ്വാൻ അതിലും പങ്കെടുത്തില്ല. ഇതിന്റെ പേരിലല്ലേ നീ സന്തോഷിച്ചത്? അതിന്റെ കാരണം എന്തെന്നറിയോ? 3 കാരണങ്ങളും പറഞ്ഞു കൊടുത്തു. ശ്രദ്ധിച്ചോളി, 3 കാരണങ്ങളും പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ആകെ ഉള്ളത് വെറും 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. 1.25 മണിക്കൂർ കഴിഞ്ഞു. എന്റെ സഹോദരങ്ങളെ, 3 കാരണങ്ങൾ പറഞ്ഞു. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട 3 കാരണങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യേണ്ട 3 കാരണങ്ങളാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങളുടെ ഭാഗം ചേർന്നുകൊണ്ട് പറഞ്ഞത്. ഒരിക്കലും നേതാക്കന്മാരെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയുന്നവരല്ല മഹാന്മാരായ സഹാബത്ത്. അല്ലേ? വേണമെങ്കിൽ പറയാമല്ലോ. അതെ,
യുദ്ധത്തിന് പിന്തിരിഞ്ഞോടി, ബദർ യുദ്ധത്തിന് വന്നില്ല, അതുപോലെ തന്നെ ബൈത്തുൽ റിദ്വാനിലും വന്നില്ല എന്ന് പറഞ്ഞ് ഈ മിസ്രി കൈകൊട്ടി ചിരിച്ചിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വിജയപേരി മുഴക്കി പോയപ്പോ മിണ്ടാതിരുന്നാ മതിയായിരുന്നു ഇബ്നു ഉമർ. കാരണം എന്താണ്? വാപ്പാന്റെ കൂട്ടുകാരനാണ്, ഉമർ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ സ്വന്തം വാപ്പായ അല്ലല്ലോ ആളുകൾ കളിയാക്കിയത്, വാപ്പാന്റെ കൂട്ടുകാരനെയല്ലേ, അപ്പൊ എന്റെ വാപ്പാക്ക് ക്രെഡിറ്റ് കൂടുതലാ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ. മിസ്രി അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി അല്ലേ? എന്താ കാര്യം എന്നറിയോ? കേട്ടോ, പറഞ്ഞുതരാം. ബദർ യുദ്ധത്തിൽ പങ്കാളിയല്ലേ? ശരിയാണ്. എന്താ കാര്യം എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. ബൈഅത്തുൽ റിദ്വാനിൽ നിന്ന് മാറി നിന്ന് ഒഴിഞ്ഞു നിന്നു അല്ലേ? എന്താ കാര്യം? ഞാൻ പറഞ്ഞുതരാം, പഠിച്ചു വെച്ചു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാമത്തെ കാരണം ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതിന്റെ കാര്യം നീ പറഞ്ഞല്ലോ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ ശ്രദ്ധയോടെ കേൾക്കേണ്ട വിഷയമാണ്. ഈ നൂറ്റാണ്ടിന്റെ പ്രിയപ്പെട്ടവരെ, ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും യുഗമാണ്. നവമാധ്യമങ്ങൾ മനുഷ്യരെയും കീഴടക്കിയിരിക്കുന്ന കാലമാണ്. വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഉപയോഗം ഇങ്ങനെ അതിക്രമിച്ച് വല്ലാതെ മനുഷ്യരെ വേട്ടയാടി കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിൽ ഈ വിഷയമൊന്ന് ചർച്ച ചെയ്യൽ അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാരണമേതാ? ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ കാര്യമാണ് മിസ്രി കളിയാക്കിയത്. ഇബ്നു ഉമർ പറയുകയാണ്, ശരിയാണടാ. ഇബ്നു ഉമർ പറയുന്ന ഉസ്മാൻ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയടാ. പക്ഷെ അതിന്റെ കാരണം നിനക്കറിയണ്ടേ? അല്ലാഹു ആ ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവർക്ക് പുറത്തു കൊടുത്തിരിക്കുകയാണ്. എന്ത് കാര്യമാണെങ്കിലും ശരി, എന്ത് കാരണമാണെങ്കിലും ശരി, അല്ലാഹു പുറത്തു കൊടുത്തു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് നബി തങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പൊന്നുമോനെ മിസ്രി, അല്ലാഹു പുറത്തു കൊടുത്ത ഒരു പാപത്തിന്റെ പേരിൽ പിന്നെ ആക്ഷേപിക്കാൻ പാടില്ല. അല്ലാഹു പുറത്തു കൊടുത്ത ഒരു തെറ്റിന്റെ പേരിൽ പിന്നെ ആക്ഷേപിക്കാൻ പാടില്ല. കാസർഗോഡുകാരോട് ഞാനൊന്ന് പറയുകയാ, നിങ്ങളുടെ വീടിനടുത്തുള്ള പാവപ്പെട്ട ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ വീടിനകത്ത് ഏതോ ഒരു ചെറുപ്പക്കാര പാതിരാത്രി വന്നു. എന്തോ അവിഹിതമായ ബന്ധം നടന്നു. നാട്ടുകാരെല്ലാവരും കൂടി ആ ചെറുപ്പക്കാരനെ പിടിച്ചു കെട്ടി അടികൊടുത്തു. ആ പെണ്ണിനെ പറ്റിയിട്ട് നാട് മുഴുവൻ പരന്നു നടന്നുകയാണ്. വ്യഭിചാരിണിയാണ്, വേശ്യാവൃത്തി നടത്ത പെണ്ണാണ്, സ്വന്തം ശരീരം മറ്റൊരുത്തിന് വേണ്ടി കൊടുത്ത പെണ്ണാണ്. പക്ഷേ നമ്മളങ്ങനെ പറയുമ്പോൾ ആ പെണ്ണ് രണ്ട് കരങ്ങളല്ലോ മുമ്പിൽ നീട്ടിയിട്ട്, പടച്ച റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി നാഥാ, അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് റബ്ബേ, എനിക്ക് കുറ്റബോധമുണ്ട് നാഥാ, നീ എനിക്ക് മാപ്പ് തരണേ. ആ പെണ്ണല്ലാന്റെ മുമ്പിൽ കൈനീട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ പെണ്ണിന്റെ പാപം പുറത്തു കൊടുക്കുമെന്നാണ്. ആ പാപമല്ല പുറത്തു കൊടുക്കുമെന്നാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ കറങ്ങി നടന്ന ഈ വിവരം ജനങ്ങളുടെ കാതിൽ എത്തിച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പശ്ചാത്തപിച്ച ഒരു തെറ്റിന്റെ പേരില്, ഒരു തെറ്റ് ചെയ്തിട്ട് അയാൾ പശ്ചാത്തപിച്ചു കഴിഞ്ഞാ പിന്നെ അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നവരെ, കുറ്റപ്പെടുത്തുന്നവരെ, അതിന്റെ പേരിൽ പിന്നെ പറഞ്ഞു നടക്കുന്നവരെ, നിങ്ങളാ തെറ്റ് ചെയ്യാതെ മരിക്കൂല. ഏതോ വീട്ടിൽ കയറി മോഷണം നടത്തി ചെറുപ്പക്കാരനാണ്. അവനെ ആളുകൾ പിടിച്ചിറക്കി അടികൊടുത്തു. പിന്നീട് കാണുമ്പോഴത്രയും നീ കളിയാക്കുകയാണ്, കള്ളനാണാ പോകുന്നത്, അവൻ ഇന്ന വീട്ടിൽ കയറി മോട്ടിച്ചവനാണ്. പക്ഷേ നീ അറിയാതെ അവനെ റബ്ബിനോട് പശ്ചാത്തപിച്ചവനാണ്. അവനെ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് പശ്ചാത്താപം സ്വീകരിപ്പിച്ചവനാണ്. ഈ തെറ്റ് ചെയ്തിട്ട് അവനെ പശ്ചാത്തപിച്ചെങ്കിൽ അവനെ വീണ്ടും നീ ആക്ഷേപിച്ച, വീണ്ടും നീ അവനെ കുറ്റപ്പെടുത്തിയ, നീ മരിക്കുന്നതിന് മുമ്പ് നാട്ടുകാര് നിന്നെ കള്ളാന്ന് വിളിക്കാതെ മരിക്കില്ലെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ
ചില്ലറ കാര്യമല്ല സഹോദരിമാരെ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനോടൊപ്പം ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു. ആ ചെറുപ്പക്കാരൻ അടി കൊടുത്ത് നാട്ടുകാർ വിട്ടു. ആ പെണ്ണ് പശ്ചാത്തപിച്ചു. നീയോ എല്ലാവരോടും പറയാണ് ആ പെണ്ണ് കുഴപ്പക്കാരിയാണ്, പ്രശ്നക്കാരിയാണ്, എന്റെ മോനും മോന്റെ കൂട്ടുകാരന്മാരും കൂടിയിട്ടാണ് അവളെ പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നടക്കുമ്പോ ദീനീ ബോധമുള്ള 10-20 ഉംറ ചെയ്ത എന്റെ പെങ്ങളോട് പറയാണ്, നീയാണ് അങ്ങനെ പറഞ്ഞു നടക്കുന്നതെങ്കിൽ ഇന്ന് വരെ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ടല്ലാതെ നിന്റെ ശരീരം കൊടുത്തിട്ടില്ല. നീ ഒരു തഹജ്ജുദ് പോലും മുടക്കിയിട്ടില്ല, ഒരു ഖുർആൻ പോലും മുടക്കിയിട്ടില്ല, ഒരു സൽക്കർമ്മത്തിന് നിനക്ക് കുറവ് വരുത്തിയിട്ടില്ല. പക്ഷേ നീ പറഞ്ഞു നടന്നതിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖ് പറയുന്നു, നിന്റെ മുഖത്ത് നോക്കിയിട്ട് ആളുകൾ വ്യഭിചാരിണി എന്ന് വിളിക്കാതെ നീ മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിച്ചാൽ മാത്രം പോരാ, നോമ്പുടിച്ചാൽ മാത്രം പോരാ, പള്ളിയിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ പറ്റി പറയുമ്പോഴേ ശ്രദ്ധിക്കണം. അവര് പശ്ചാത്തപിച്ച പാപമാണ് നീ വീണ്ടും പറയുന്നതെങ്കിൽ അതേ പാപം നീ ചെയ്യാതെ മരിക്കില്ല എന്ന് ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മിസ്രിയെ വിളിച്ചിട്ട് ഇബ്നു റളിയല്ലാഹു അൻഹു പറയാണ്, എടോ റസൂലുള്ളാഹി ഉസ്മാൻ തങ്ങൾ ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയെങ്കിൽ അല്ലാഹു ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവർക്ക് പുറത്തു കൊടുത്തിരിക്കാണ്. ആ പുറത്തു കൊടുത്തതിനെ പറ്റി വീണ്ടും നീ ആക്ഷേപിച്ചാൽ നീ ആ തെറ്റ് ചെയ്യാതെ മരിക്കില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഇബ്നു റളിയല്ലാഹു അൻഹു അവനെ ഷൗട്ട് ചെയ്ത് മാറ്റുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇന്ന് ഞാനും നിങ്ങളും പുതിയ നവമാധ്യമങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ, വാട്സപ്പും ഫേസ്ബുക്കും നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മുടെ ജോലി എന്താ? അറിഞ്ഞതും അറിയാത്തതുമായ കാര്യങ്ങൾ പരത്തുക. ഇതല്ലേ നമ്മുടെ ജോലി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാട്ടുപാടാനും തമാശ പറയാനൊന്നും സമയമില്ല. ഇതൊരു വലിയ വിഷയമായി പോയി. നമ്മുടെ സമയം ഇത്ര വൈകിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു ചെറിയ വിഷയം നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ ഈ വിഷയം ഒരു നിമിഷം നമ്മൾ വിട്ടുപോയാൽ, നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമുക്കൊന്നും മനസ്സിലാകാതെ വരും. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അമല് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരാൾ തൗബ ചെയ്താൽ, ഒരാൾ തെറ്റ് ചെയ്തിട്ട് റബ്ബിന്റെ അടുത്ത് പശ്ചാത്തപിച്ചു മടങ്ങിയെങ്കിൽ നമ്മൾ പിന്നെ അതിനെപ്പറ്റി പറയാൻ പാടില്ല. ആ സമയത്ത് ഇബ്നു റളിയല്ലാഹു അൻഹുവിനോട് മെസ്സേജ് ചോദിച്ചു, എന്നാൽ ഇയാൾ ബദറിൽ പങ്കെടുത്തില്ലല്ലോ, അതുകൂടെ പറയും. ഉഹദിൽ പിന്തിരിഞ്ഞോടി, അത് നിങ്ങൾ പറഞ്ഞ മറുപടി ശരി. 100 കണക്കിന് ആളുകൾ മുൻപ് നിൽക്കാൻ. അപ്പൊ ചോദിച്ചു, ബദർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു, ബദർ യുദ്ധത്തിൽ പങ്കാളിയല്ലല്ലോ, ബദരിയല്ലല്ലോ, അതിനുള്ള മറുപടി എന്താണ്? ആ സമയത്താണ് ഇബ്നു റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലയോ മിസ്രി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഹാജരായി എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോ മഹാനായ ഉസ്മാൻ തങ്ങൾ അവിടെ എത്തുകയാണ്. പക്ഷെ ഉസ്മാൻ തങ്ങൾ അവിടെ എത്തുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഉസ്മാൻ തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്മാൻ നിന്റെ ഭാര്യ രോഗിയല്ലേ, നിന്റെ ഭാര്യയ്ക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ നീ ഇവിടെ നിന്നാലേ മതിയാവുകയുള്ളൂ. നിന്റെ ഭാര്യ രോഗിണിയാണ്, ബുദ്ധിമുട്ടുകയാണ്, വിഷമിക്കുകയാണ്. നിന്റെ സാന്നിധ്യം അവർക്ക് സാന്ത്വനമാണ് ഉസ്മാൻ. അതുകൊണ്ട് ഇവിടെ നിൽക്കുമോനെ, നീ വരണ്ട. ഉസ്മാൻ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി. ഇല്ല, മുത്തുനബിയല്ലേ പറഞ്ഞത് വരണ്ട എന്ന്. ഉസ്മാൻ തങ്ങൾ പോയില്ല. നിങ്ങൾക്കറിയണോ, ഇബ്നു റളിയല്ലാഹു അൻഹു മിസ്രിയോട് പറയുകയാ, ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നലക അജ്റു റജുലിൻ മിമ്മ ഷഹീദ ബദരി. ഉസ്മാനെ, ബദരീങ്ങളുടെ കൂലി നിനക്കുണ്ട്. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കുള്ള കൂലി അല്ലാഹു നിനക്ക് തരുന്നതാണ്. പോരാ, ദുനിയാവിലും അതിന്റെ കൂലി വേണ്ടേ? അതുകൊണ്ട് ഇതാ പിടിച്ചോ സഹമഹോ. ബദർ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഗനീമത്തുകൾ മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുകയാണ്. നിങ്ങൾ ബദർ മൗലൂദ് ഓതുമല്ലോ പ്രിയപ്പെട്ടവരെ. ബദരിയത്ത് ഓതുന്ന സമയത്ത് എന്ന് പറഞ്ഞു കണ്ട മൗലിദ് കിതാബിൽ നിങ്ങൾ ബദരിയത്ത് പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കഴിഞ്ഞ അബൂബക്കറിന്റെ ഉമർ ഉസ്മാൻ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ ഓതുമ്പോ വല്ലാഹി ഉസ്മാൻ ബദറിൽ വന്നില്ല. പക്ഷെ ബദറിൽ വന്നില്ലെങ്കിൽ പോലും ബദറിലെത്താതെ ബദരിയായ മനുഷ്യനാണ് ഉസ്മാൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ബദരീകളുടെ കൂലിയോടുകൊണ്ട് എന്ന് മാത്രമല്ല, ദുനിയാവിൽ വെച്ച് ബദരീകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വീതിച്ചു കൊടുത്ത ഗനീമത്ത് കൂടി കിട്ടിയ മഹാനാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? സ്വന്തം ഭാര്യ സുഖമില്ലാതെ കിടന്നപ്പോ അവളല്ലേ നമ്മുടെ
സാന്ത്വനം നമ്മളല്ല അവർക്ക് സാന്ത്വനമേകേണ്ടത്. പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ജബലുന്നൂറിന്റെ താഴെ നിന്ന നിലത്ത് നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്ത മുകളിലെത്തുന്ന ഹിറയിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ എന്ന മാലാഖയെ കണ്ട് പേടിച്ചു മരിച്ചു വിറച്ച് മഹാനായ റസൂലുള്ള നേരെ വന്നത് കഅബാലയത്തിന്റെ കില്ല പിടിക്കാനല്ല, അബൂ ത്വാലിബിന്റെ അടുത്തല്ല, ഓടി വന്നത് ആരുടെ അടുത്തലാണ്? നേരെ വന്നിട്ട് ഖദീജ ബീവിയോട് പറഞ്ഞതെന്താണ്? സമ്മിലൂനി ഖദീജ, എന്നെ പുറപ്പെട്ട് മൂടൂ എന്റെ ഖദീജ. എന്റെ ഭർത്താവിന് രോഗം വരുമ്പോ സാധനം തന്റെ ഭാര്യയാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോ കഴിഞ്ഞ മാർച്ച് മാസത്തില് ബഹ്റൈനിലെ പ്രവാസനത്തിന് പോയി. പ്രിയപ്പെട്ടവര്, എപ്പോഴോ സ്ഥലങ്ങളിലെ പ്രസംഗത്തിന് പോകുമ്പോ അവിടെയുള്ള പ്രവാസി സഹോദരങ്ങൾ പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന് 2 ആഴ്ച കഴിയുമ്പോ നാട് മറക്കുകയാണ്. ഇവിടെ നിന്നിട്ടല്ലേ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയുക? ഇവിടെ നിന്നിട്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ഒരു വസ്തു വാങ്ങാൻ കഴിയുക? ഇവിടെ നിന്നിട്ടല്ലേ ഭാര്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ കഴിയുക? ഇവിടെ നിന്നാലല്ലേ വാപ്പയ്ക്ക് രോഗം മാറ്റാൻ നല്ല ഹോസ്പിറ്റലിൽ കിടത്താൻ കഴിയുക? എന്റെ പെങ്ങന്മാരെ കെട്ടിക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടേ? പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരെ ഓർത്തു പോകുന്ന ഒരു ദിവസമുണ്ട്. എപ്പോഴാണ്? ഞങ്ങൾക്കൊരു രോഗം വന്ന, ഞങ്ങൾക്കൊരു പനിയെങ്ങാനും വന്നു പോയാൽ കൂടെയുള്ള എല്ലാവരും ജോലിക്ക് പോകുന്നു. മൂടി പുറച്ച് ഞാനൊറ്റയ്ക്ക് കിടക്കുമ്പോ എന്റെ അടുത്ത് വന്ന് ഇക്ക കുറവുണ്ടോ എന്ന് പറഞ്ഞ് നെറ്റിയിലൊന്ന് കൈവെള്ള വെച്ച് നോക്കാൻ, ഒന്ന് വെള്ളം ചൂടാക്കി തരോ, ഒന്ന് മരുന്നൊന്ന് നെറ്റിയിൽ പുരട്ടി തരോ. എന്റെ ഭാര്യയില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ടവളില്ലല്ലോ. ഇന്ന് ചിന്ത വരുന്നത് രോഗം വരുമ്പോഴാണ്, കുടുംബത്തെ ഓർത്തു പോകുന്ന പനി പിടിക്കുമ്പോഴാണ്. ശരിയല്ലേ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പനി വന്നപ്പോ നേരെ ഓടിപ്പോയ ഖദീജയുടെ മുമ്പിലാ. കഅബാലയത്തിന്റെ കില്ല പിടിക്കാനല്ല, മുൽതസമിൽ പിടിച്ചു ദ്വാരക്കാനല്ല, ഹജറുൽ അസ്വദിൽ ചുംബിച്ചുകൊണ്ട് ദ്വാരക്കാനല്ല, മതാഫിലൂടെ ഓടി നടന്ന് ദ്വാരക്കാനല്ല, മസ്അയിലൂടെ ഓടി നടന്ന് ദ്വാരക്കാനല്ല, മറിച്ച് ഓടിച്ചെന്നത് എവിടെയാണ്? തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിലാണ്. അതുപോലെ ഉസ്മാൻ തങ്ങളോട് മുത്തുനബി പറയുകയാണ്, ഉസ്മാൻ നിന്റെ ഭാര്യ രോഗിയല്ലേ, ചെല്ലുമോനെ ആശ്വാസമാകട്ടെ. ഇന്ന് ഭാര്യമാർക്കൊരു രോഗം വരുമ്പോ നമ്മുടെ ജോലി എന്താ? എന്റെ സഹോദരങ്ങളെ, ഭർത്താവ് ചക്ക പറിക്കാൻ വേണ്ടിയിട്ട്, പ്ലാവില് ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഏണി വെച്ചിട്ട് കയറി, ഏണി പാതി വെച്ചൊടിഞ്ഞ് നേരെ നിലത്തു വീണു, നടുകൊടിഞ്ഞു ഭർത്താവ്. ആ ഭർത്താവിനെ ഇട്ടുകൊണ്ട് ഭാര്യ മെഡിക്കൽ കോളേജിൽ കിടക്കാം. അതേസമയം ഒരു ഭാര്യ സോപ്പ് തേച്ചിട്ട് തലയിലൂടെ വെള്ളം വീട്ടിയ സമയത്ത് കാല് ബാത്റൂമിൽ തെറ്റി വീണിട്ട് നടുവൊടിഞ്ഞിട്ട് തൊട്ടുപുറത്തും കിടക്കാണ്. ഭാര്യയ്ക്ക് കൂട്ടിരിക്കുന്ന ഭർത്താവാണ്. നേരത്തെ പ്ലാവിന്ന് വീണ ഭർത്താവിന് കൂട്ടിരിക്കുന്ന അവന്റെ ഭാര്യയാണ്. രണ്ടുപേരും ഇങ്ങനെ ആവശ്യാനുസരിച്ച് വെള്ളം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഭാര്യയുടെ ഭർത്താവും ആ ഭർത്താവിന്റെ ഭാര്യയും ഒരുമിച്ചാണ് ചായ വാങ്ങാൻ പോവുക. അങ്ങനെ പല ദിവസം ഒരുമിച്ച് കണ്ടു. പിന്നെ കാണാത്തപ്പോ ചോദിക്കാൻ തുടങ്ങി, നീ ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്ന് കണ്ടില്ലല്ലോ. അങ്ങനെ അവസാന കാര്യങ്ങൾ ചോദിച്ചു, എന്താ പറ്റിയത്? എന്റെ ഭർത്താവ് നടുവൊടിഞ്ഞ് കിടക്കുക, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെന്താ? എന്റെ ഭാര്യയും ബാത്റൂമിൽ വീണ് നടുവൊടിഞ്ഞ് കിടക്കുക, എഴുന്നേക്കൊന്നും തോന്നുന്നില്ല. ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇപ്പൊ വെള്ളം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയോടെ കാത്തുകിടക്കുന്നു. ഭർത്താവ് തന്റെ ഭാര്യ വെള്ളം കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തുകിടക്കുന്നു. ഈ ഭാര്യയും ഭർത്താവിന്റെയും ഇണകൾ എന്ന് പറഞ്ഞാൽ കൂട്ടിരിക്കുന്ന ഭാര്യയും അടുത്ത ഭർത്താവും ഒരുമിച്ച് ഫ്ലാസ്ക് കൊണ്ടുവന്ന് തട്ടുകടയിൽ വെച്ചിട്ട് അടുത്ത ബസ്സിൽ കയറി നാട് വിട്ടു. നിങ്ങൾ ആലോചിക്കണം, ഇത് നടന്നത് ഏതെങ്കിലും വിദേശ രാജ്യത്തല്ല, കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവമാണ്. പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. ഭർത്താവിനെ എണീക്കൂല, കിടക്കുക കട്ടില്, കിടപ്പിലായി പോയി. ഭാര്യ ഇനി എണീക്കുന്നൊരു പ്രതീക്ഷയില്ല. എവര് അടുത്ത കൂടുതലൊക്കെ പറന്നു പോവാ. ഇതല്ലേ മനുഷ്യൻ? ഇതല്ലേ മനുഷ്യര്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ല. ഇന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കാൻ വേണ്ടി കിട്ടുക. അൽഹംദുലില്ലാഹ്, പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് ഇതിന്റെ
തൊട്ടടുത്ത സ്റ്റേറ്റായ കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരത്തെ, കർണാടക സ്റ്റേറ്റിലെ കുടക് ജില്ലയിലെ വീരാജ്പേട്ട എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം വരുമ്പോൾ പെട്ടെന്നൊരു ന്യൂസ് വാട്സാപ്പിലൂടെ കണ്ടു. അഷ്റഫുൽ ഖൽഖിനെ ആക്ഷേപിച്ചുകൊണ്ട്. പറയട്ടെ, സദസ്സ് മലീമസമായി പോകില്ലല്ലോ, പറയാല്ലേ, മാതൃഭൂമി അള്ളാഹു ആദരിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൂടാ, ഇൽമിന്റെ വേദിയിൽ അത് പറഞ്ഞുകൂടാ. കാരണം ഇതൊക്കെ വൃത്തികേടായി പോകും, കാര്യം പറഞ്ഞത് തന്നെ ബാത്തിലായി പോകും. എന്നാലും ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞു പോയത്, അള്ളാഹു മാപ്പാക്കി തരട്ടെ. ആ മുത്തശ്ശി പത്രം അഷ്റഫുൽ ഖൽഖിനെ പറ്റി ആക്ഷേപിച്ചു, വിമർശിച്ച് എഴുതി നിറഞ്ഞു. ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു വോയിസ് ഞാനതിൽ പറഞ്ഞു, നമ്മുടെ മക്കൾ മലമൂത്ര വിസർജനം നടത്തിയാൽ ആ മലമൂത്ര വിസർജനം തുടച്ചു മാറ്റാൻ വേണ്ടി പോലും ഈ പത്രം ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഈമാനുള്ള മുഅ്മിൻ എന്ന് ഞാൻ പറഞ്ഞു, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് പെട്ടെന്ന് തന്നെ ഒരു 10,000, 10,15,000, 10,20,000 ആളുകളുടെ കയ്യിൽ അതെത്തി. അതിൽ നിന്ന് ഒരുപാട് പേര് അഭിപ്രായം ചോദിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ മലമൂത്ര വിസർജനം തുടയ്ക്കാന്നല്ലേ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞുകൂടാ. കാര്യം എന്താണ്? ഒരു നജസ് കൊണ്ട് മറ്റേ നജസിനെ വൃത്തിയാക്കാൻ പറ്റില്ല. ഒരു നജസ് കൊണ്ട് മറ്റേ നജസിനെ വൃത്തിയാക്കാൻ പറ്റൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നു മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖിനെ ആക്ഷേപിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ എല്ലാവരും നെഞ്ചോട് സ്വീകരിച്ചു, നെഞ്ചേക്ക് അത് സ്വീകരിക്കാനും മനസ്സുണ്ടായി. നമ്മൾ ആലോചിക്കണം, ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഈ ഒരു മാനസികാവസ്ഥ അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു വാക്ക് വന്നപ്പോൾ, ഒരു വിമർശനം വന്നപ്പോ അതിനെ മുസ്ലിം സമുദായം ഒരു ഓഫീസും കത്തിച്ചില്ല, ഒരു പത്ര വിതരണക്കാരന്റെ കൈയും മുറിച്ചില്ല, ഒരാളെയും അടിച്ചില്ല, ഒരാളെയും തല്ലിയില്ല. പക്ഷേ അവർക്കുണ്ടായ നഷ്ടം എത്രയാണ്? മൂന്നാം ദിവസത്തിന്റെ പ്രഭാതമായപ്പോൾ ഗൾഫ് മാതൃഭൂമിയിൽ കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന ഒരു ഫോട്ടോ, ഹജ്ജിന്റെ നാളാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. ഇത് ഇടയ്ക്ക് വെച്ച് ഉംറ ചെയ്യുന്ന ആളുകളുടെ തവാഫ് കാണിച്ചിട്ടൊരു ഫോട്ടോ എടുത്തിരിക്കാൻ. എന്തായത് അർത്ഥം? പലരും അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു, പലരും പറയാത്ത വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു പറയാൻ കാരണം ഞാൻ അങ്ങനെ മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു നമ്മൾ പിന്നെ കഅബാലയത്തിന്റെ ഫോട്ടോ ഉള്ളത് കത്തിക്കൂലല്ലോ, നമ്മൾ കത്തിക്കൂലല്ലോ, അതാണ് കാരണം. എന്നതല്ല കാരണം, അത് ആകാതിരിക്കാം. പക്ഷെ അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കഅബാലയത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് കത്തിക്കുന്നതിൽ 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ പിന്നെ കത്തിക്കൂല. മറ്റൊന്ന്, ഗൾഫ് രാജ്യത്തെ അറബികളെ പറ്റിക്കലാണ്. അളെ ഞങ്ങൾ നിങ്ങളുടെ തന്നെയാണ്, ഞങ്ങൾ അങ്ങനെ എഴുതിയെങ്കിലും ഞങ്ങൾ കഅബയുടെ ഫോട്ടോ ഒക്കെ കൊടുക്കും കേട്ടോ എന്നൊരു ഷോപ്പിംഗ് ആണ്. പക്ഷെ അതൊന്നുമല്ല അതിന്റെ ഉള്ളിൽ. മൂന്നാമതൊരു കാരണം ഉണ്ടെന്നാണെന്നറിയോ? എടാ, കത്തിക്കുന്നെങ്കിൽ കഅബാലയം കൂടെ വെച്ച് കത്തിക്കടാ, എന്നാണ് എന്റെ ഭീഷണിയുടെ സ്വരം. ഭീഷണിയുടെ സ്വരം. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അതിനെ പുറംകാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞു. അൽഹംദുലില്ലാഹ്, എന്റെ അറിവിൽ ഈമാനുള്ള ഒരു വിശ്വാസിയുടെ മുഅ്മിനിന്റെ വീട്ടിൽ മാതൃഭൂമി ഇപ്പോ ഇല്ല. ചിലർ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളത് മാറ്റി, ഇപ്പോ അൽഹംദുലില്ലാഹ് മനോരമാക്കി വെക്കാം. ഞാൻ പറഞ്ഞു, മൂർഖം പാമ്പിനെ പേടിച്ചിട്ട് രാജഗോപാലം എടുത്ത് പോയതുപോലെ ആയിപ്പോയി. രണ്ട് കണക്കാണ്. ഇതൊക്കെ ഞാൻ തുറന്നു പറയുന്ന ആളാണ്. എന്നെ കുറച്ച് വാതിന് വിളിക്കൂല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇവിടെ പ്രസംഗിച്ചാലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് എനിക്കറിയില്ല, അതിലേക്ക് എന്തോ പറഞ്ഞു വന്ന് അങ്ങനെ കയറിപ്പോയതാ. ഏതോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം തന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയെ അവർക്കൊരു സാന്ത്വനം, അവർക്കൊരു സമാധാനം, ഒരു ആശ്വാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഭർത്താവിലൂടെയല്ലേ ഉണ്ടാവുക. അഷ്റഫുൽ ഖൽഖ് ഓടി വന്നിട്ട് ഖദീജ ബീവിയോട് എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടാൻ പറഞ്ഞത് സാന്ത്വനപ്പെടുത്താൻ ഭാര്യയ്ക്ക് കഴിയൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്തകുനു ഇലൈഹി. കല്യാണം എന്തിനാണ്? ടിപ്പർ ലോറിയിൽ കയറ്റി പുതുമണവാട്ടിയും പുതുമണവാളനെയും കൊണ്ടുവരാനല്ല. കാസർഗോഡ് ജില്ല അതിലൽപ്പം മുമ്പന്തിയിലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കല്യാണത്തിന്റെ പേര്, വിവാഹത്തിന്റെ പേരിൽ കോപ്രായത്തരങ്ങൾ കാണിക്കുന്നതിൽ കാസർഗോഡ് ജില്ല മുമ്പിലാണ്. വേറെ ഒരു ജില്ലക്കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാം, ലൈവായിട്ട് ആരൊക്കെ കാണുന്നു തോന്നുന്നു. അള്ളാഹു നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര കല്യാണം നടന്ന് മുടങ്ങിപ്പോയത്, എത്ര വിവാഹമാണ് ആദ്യത്തെ രാത്രിയിൽ തല്ലിപ്പിരിയേണ്ടി വന്നത്. എന്തിനാണ്? ഈ അടുത്ത സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതാ ഉസ്മാൻ തങ്ങളുടെ പവർ. എന്താണെന്നറിയോ? ഉസ്മാൻ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അശദ്ദു ഹയാ അൻ ഉമ്മത്തി ഉസ്മാൻ. എന്റെ സമുദായത്തിലെ ഏറ്റവും ലജ്ജയുള്ള ആള് ഉസ്മാൻ. എന്റെ സമുദായത്തിലെ ഏറ്റവും ലജ്ജയുള്ള ആള്
എന്റെ ഉസ്മാൻ. അതുകൊണ്ടാ മോളെ കെട്ടിച്ചു കൊടുത്തത്. 40 പെൺകുട്ടികളുണ്ടെങ്കിൽ ഞാൻ എന്നെ കെട്ടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ്. എന്നാലും ചെറുപ്പക്കാരൻ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂ? ഇസ്ലാമിലെ കുടുംബോധന വിഷയം പ്രസംഗിക്കുമ്പോ കുറെ ചെറുപ്പക്കാർ വന്നിട്ട് പ്രശ്നം കഴിഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല കാര്യമായി പോയി. ഞാൻ അതിലൊരു ഹതഭാഗ്യനാണ്. കല്യാണത്തിന്റെ എന്റെ കൂട്ടുകാരനെ ചതിച്ചു ഉസ്താദെ. ഞാൻ ചെന്ന് പറ്റി അടുത്ത സദസ്സിൽ പറയാമല്ലോ എന്ന് പറയാൻ പറഞ്ഞു. അയാൾ അദ്ദേഹത്തിന്റെ വേദനാജനകമായ കഥ പറഞ്ഞു. എന്താണ്? കല്യാണത്തിന്റെ അന്ന് രാത്രി ആദ്യരാത്രി പെണ്ണിന്റെ വീട്ടിലാണ്. ഇവിടത്തെ അവസ്ഥ എനിക്കറിയില്ല. അവിടെയൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ പെണ്ണിന്റെ വീട്ടിലാണ് ആദ്യ രാത്രി കൂടുക. അങ്ങനെ ഒരു 7-7:30 മണിയായപ്പോ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയാ ഞങ്ങളൊരു 10-20 പേരുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോവാണ്. അപ്പോ അദ്ദേഹം പറയാണ്, ഉസ്താദേ എനിക്കൊരു ആശ്വാസമാണ് തോന്നിയത്. കാരണം ഞാൻ ഒറ്റപ്പെട്ട് പെണ്ണിന്റെ വീട്ടിലായി പോയപ്പോ എന്റെ കൂട്ടുകാർ വന്നാൽ ടൈം പാസ് ആണല്ലോ, അവര് വരട്ടെ, വളരെ സന്തോഷത്തോടു കൂടിയിരുന്നു. ഈ 20 ചെറുപ്പക്കാരെന്താ ചെയ്തെന്നറിയോ? അവര് അടുത്തുള്ള കടകളിൽ കയറി ചീഞ്ഞളിഞ്ഞ കുറെ ഓറഞ്ചും ആപ്പിളും ഒക്കെ കട അടയ്ക്കാൻ നേരത്ത് അവര് തൂത്തുവാരി കളയാൻ വേണ്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ച് നല്ലതുപോലെ കിറ്റിലാക്കി 10-20 കിറ്റുമായിട്ടാണ് പോകുന്നത്. ഒരെണ്ണം പോലും ആർക്കും ഉപകരിക്കാത്ത സാധനങ്ങളാ. വേസ്റ്റ് കൊണ്ടുവന്ന് നേരെ അടുക്കളെ കൊണ്ടുവച്ചു. അമ്മായിയമ്മയ്ക്ക് വളരെ സന്തോഷം. ഇത്രയും നല്ല കൂട്ടുകാരുള്ള ഒരു ചെറുപ്പക്കാരാണ് തന്നെ വരുമോ. അൽഹംദുലില്ലാ അവര് വന്നിട്ട് നേരെ മണിയറയിലോട്ട് കയറി. ഈ ചെറുപ്പക്കാര് മണിയറ കയറിയിട്ട് ആദ്യം ചോദിച്ചത്, ചെറുപ്പക്കാരി അല്ലെ പുതിയ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ മൗലൂദ് കിതാബ് ഉണ്ടോന്ന് ചോദിച്ചു. മൗലൂദ് കിതാബ്. അപ്പോഴേ പെണ്ണിന്റെ ഉമ്മ കരുതി, അൽഹംദുലില്ലാ എന്തായാലും സുന്നിയെ തന്നെ കിട്ടിയില്ല എന്റെ മോക്ക് മരുവനായിട്ട് ഭർത്താവായിട്ട്. അൽഹംദുലില്ലാ അങ്ങനെ മൗലൂദ് കിതാബ് എടുത്തുകൊണ്ട് കൊടുത്തു. ആദ്യം ഓതി ജയാല മുഹമ്മദ് മൗലിദ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷറഫുൽ അനാം മൗലിദ് ഓതി, പിന്നെ റിഫായി മൗലിദ് തുടങ്ങി, പിന്നെ മങ്കൂസ് മൗലിദായി, പിന്നെ മുഹീദി റാത്തീബായി, പിന്നെ ഹദ്ദാദ് റാത്തീബായി, പിന്നെ റിഫായി മാലയായി, പിന്നെ മുഹീദി മാലയായി, പിന്നെ ബുറുദയായി. മരിച്ചിരുന്ന വാപ്പാരെടുത്തിരുന്ന ഒരു ഫാത്തിഹ ഓതാത്ത മോനായി ഇത്രയും ഓതുന്നതിനകത്ത് കയറി. ഇവന്റെ ലക്ഷ്യം എന്താണ്? സുബഹി വരെ ഇവൻ ഇതിനകത്ത് കയറാൻ പാടില്ല. യവനും പെണ്ണൊന്നും ഇതിനകത്ത് കയറാൻ പാടില്ല. മണിയറയില് ആദ്യത്തെ രാത്രി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്റെ സഹോദരങ്ങളെ, ഇത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതെന്നറിയോ? ഇത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം 1-ാം തീയതിയുടെ പകലിൽ എന്റെ സഹോദരിമാരാണ് അതിന്റെ ഹോൾസെയിൽ ഡീലർമാര്. എന്താണ്? അതുവരെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഭർത്താവിനെ മിസ്കോൾ അടിക്കുന്ന പെണ്ണാട്ടിയ. പക്ഷെ അന്ന് ഭർത്താവിനെ വിളിക്കും. അറിഞ്ഞോ, അപ്പുറത്തെ റമ്മില് തൂങ്ങി നിൽക്കുക. ഇത് കേൾക്കുമ്പോ കട അടച്ചിട്ട് ഭർത്താവ് ഓടി വരുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇവന്റെ ഇക്കായി ഞാൻ പറ്റിച്ചേ. ഇന്ന് ഏപ്രിൽ ഫുൾ ആയിരുന്നു. 10 മണി കഴിഞ്ഞാൽ പറയും, അല്ലോ ഇനി പറഞ്ഞൂടെ, ഇനി റക്കീബ് ഓത്തിയത് എഴുതും. 10 മണി വരെ അവർ ഉറക്കത്തില്ല. ഏപ്രിൽ 1-ാം തീയതിയാണ് റക്കീബ് ഓത്തിയത് ഉറങ്ങുന്നത്. അതുവരെ എഴുതൂല. ഇത് എവിടെ നിന്ന് കിട്ടിയ സഹോദരിമാരെ? ഈ രാജ്യം ഞാൻ ഓർക്കുന്നില്ല. ഒരു രാജ്യത്ത് അവർ ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നത് മാർച്ച് മാസം 28 മുതൽ ഏപ്രിൽ മാസം 1-ാം തീയതി വരെയാ. അവരുടെ ന്യൂ ഇയർ പുതുവർഷം എന്ന് പറയുന്ന ഏപ്രിൽ മാസത്തിലായിരുന്നു. ഇടയ്ക്ക് ഒരു രാജാവ് വന്ന്, ബ്രസീലാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ രാജാവ് വന്ന് അതിനെ തിരുത്തി ഒരു ചേഞ്ച് വരുത്തി. ഡിസംബർ 25 മുതൽ ജനുവരി 1 വരെയാക്കി. പുതുവർഷം ജനുവരി 1-നാക്കി. ഇതറിയാത്ത കുറെ പാവങ്ങള് പണ്ടത്തതുപോലെ തന്നെ ഏപ്രിൽ 1-ന് ആഘോഷിച്ചു കൊണ്ടിരുന്നു. ഇത് അറിഞ്ഞവര് ജനുവരി 1-ാം തീയതി ആഘോഷിച്ചവര് ഈ ഏപ്രിൽ 1-ന് ആഘോഷിക്കുന്നവരെ ഫൂളാക്കി, അവരെ കളിയാക്കി. അത് ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ ഡേ ആക്കി മാറ്റി. അത് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം നെഞ്ചിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. അവരെന്ന് ഏപ്രിൽ ഫൂളിനെ ഒരു ആഘോഷ ദിനമാക്കി മാറ്റിയിരിക്കാൻ. കള്ളം പറയാനുള്ളത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മാറ്റേണ്ട ഒരുപാട് സംഗതികൾ കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അള്ളാഹു അതിനൊക്കെ മാറ്റാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. ഭർത്താവിനെ സംരക്ഷിക്കേണ്ടത് ഒരു രോഗം വരുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നു. ഒരു രോഗം വന്നു, ഭാര്യയ്ക്കൊരു രോഗം വന്നു, അവളെ അടുത്ത് വിളിച്ചിട്ട് അവളെ ഒന്ന് കഴുകി തലോടിയിട്ട്, പോട്ടെ സുഖയില്ലല്ലേ, മുഖമൊക്കെ ഒരുപാട് വാടിപ്പോയല്ലോ, നല്ല ക്ഷീണമുണ്ടല്ലേ, ആ പോട്ടെ ശരിയാവും, എല്ലാം മാറും എന്നൊക്കെ പറഞ്ഞ് അവളെ കൈപിടിച്ചൊരു മുസ്തമൊക്കെ കൊടുത്ത് അവളുടെ പാതി അസുഖം മാറും. അല്ലെങ്കിൽ നമുക്ക് ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സോപ്പിടാറിഞ്ഞൂടാ. അതാ പ്രശ്നം. കുടുംബ പ്രശ്നങ്ങൾ. പെണ്ണുങ്ങളെ സോപ്പിടാൻ 2 മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഭാര്യമാരെ സോപ്പിടാൻ, അവരെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, അവളെ കാണുമ്പോഴൊക്കെ പറയണം, എടി നീ പ്രായം കുറഞ്ഞു വരികയാണ് എന്ന് ചോദിച്ചാൽ പിന്നെ അവർക്ക് സന്തോഷമായിരിക്കും. പിന്നെ അവൾ അള്ളാനെ തോന്നിക്കൊണ്ട് 6 മാസത്തേക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെയുള്ള 6 മാസം അത് അവൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കി തന്നാലും വല്ലാത്ത ടേസ്റ്റ് നീ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് പറഞ്ഞാൽ മതി.
കാരണം കാര്യമായി വെക്കാൻ കൊള്ളൂലായിരിക്കും, എങ്കിലും അതൊന്ന് പറഞ്ഞ പിന്നെ 6 മാസം ബാക്കി രക്ഷപ്പെടാം. ഇങ്ങനെ ഒരു തന്ത്രത്തോടെ ജീവിക്കാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നത് മമ്മൂട്ടിയുടെ ശരീരം, സുരേഷ് ഗോപിയുടെ ആരോഗ്യം, ആർക്കും വേണ്ട സുരേഷ് ഗോപിയെ എന്ന പോട്ടെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്റെ ഭാര്യ എന്നെ പുകഴ്ത്താണെന്നും പറഞ്ഞ് നെഞ്ചു പിരിച്ചിട്ട് റോഡിൽ വന്ന് നിൽക്കാൻ, ഇതൊക്കെ അവര് തന്ത്രം പഠിച്ചിട്ട് പറയുന്നതാ, നമ്മളിതൊക്കെ മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം സന്തോഷത്തോടെ കഴിയണം. തസ്കുനു ഇലൈഹ, അള്ളാഹു പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഉസ്മാൻ തങ്ങൾ അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ ബദറിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. ഭാര്യയ്ക്ക് സുഖമില്ല, പൊക്കോളാൻ പറഞ്ഞു. ആ സമയത്തല്ലേ ഭാര്യ മരണപ്പെട്ടത്. ആ സമയം ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്, മിസ്ർ ചോദിക്കുകയാണ്, ഇബ്നു ഉമറേ, എന്നാലും മൂന്നാമത്തെ കാരണം കൂടെ പറയുക. എന്തേ ഹുദൈബിയ സന്ധിയിൽ നിന്ന് മാറി നിന്നത്? വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് റസൂലുള്ളാഹിന്റെ കൈവെള്ളയിൽ കൈവച്ച് ബയ്യത്തുൽ ഉസ്മാൻ മാറി നിന്നല്ലോ. അതിന് കാരണം പറഞ്ഞു. കാര്യം എന്തെന്നറിയുമോ സഹോദരങ്ങളെ? ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, ഹിജ്റ 6-ാം വർഷം റസൂലുള്ളാഹിന്റെ 59-ാമത്തെ വയസ്സില് നബി തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ സ്വപ്നം കാണുകയാണ്. 1500 സഹാബത്തോടൊപ്പം വന്ന് ഉംറ ചെയ്യുന്നത്, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്നത്. നബി തങ്ങൾ പൊട്ടി ഉണർന്നു, ഞെട്ടി ഉണർന്നു. എന്നിട്ട് സഹാബത്തിനെ വിളിച്ച് 1500 പേരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ഉംറ ചെയ്താലോ? അങ്ങനെ അവര് വരികയാ. പരിശുദ്ധമായ ഹുദൈബിയയിലെത്തിയപ്പോൾ റസൂലുള്ള അവരോട് പറഞ്ഞു, മക്കളെ, നമ്മളെ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചതാണ്. നമ്മളെ കണ്ട കൊന്നുകളയുന്ന സംശയമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചെന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതിൽ ഒരാൾ ചെന്നിട്ട് മക്കാരോട് അനുവാദം ചോദിക്കട്ടെ. ഞങ്ങൾ നിരായുധരാണ്, ഞങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല. ഞങ്ങൾ വന്നൊന്ന് ഉംറ ചെയ്തോട്ടെ, ഞങ്ങളൊന്ന് തവാഫ് ചെയ്തോട്ടെ, ഞങ്ങളൊന്ന് സഈ ചെയ്തോട്ടെ, എന്നിട്ട് തഹല്ലുലായിക്കോട്ടെ. ഞങ്ങൾ മിണ്ടൂല, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കൂല, ഞങ്ങളങ്ങ് പൊക്കോളാ എന്ന് പറഞ്ഞ് ഉസ്മാൻ തങ്ങളെ നേരെ വിടുകയാണ്. കാരണം ഉസ്മാൻ തങ്ങളോട് മക്കക്കാർക്ക് ഇഷ്ടമുള്ള വേറെ ആളില്ല. ഉസ്മാൻ തങ്ങൾ മക്കക്കാരുടെ മുമ്പിലെത്തുകയാ. മക്കക്കാരുടെ മുമ്പിലെത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഞങ്ങൾ നിരായുധരാ, ഞങ്ങളൊന്ന് ഉംറ ചെയ്തോട്ടെ. അവര് പറഞ്ഞു, ഉസ്മാനെ, നിനക്ക് വേണമെങ്കിൽ ചെയ്തിട്ട് പൊക്കോ, മുഹമ്മദിനെ കേറ്റൂല. നീ വേണമെങ്കിൽ ചെയ്തിട്ട് പൊക്കോ, നിന്റെ ആളുകളെ കേറ്റൂല. കണ്ടോ, ഉസ്മാൻ തങ്ങളെ മക്കക്കാർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ദിവസം അവിടെ തങ്ങി അനുവാദത്തിന് വേണ്ടിയിട്ട് അവരെ സംബന്ധിച്ച് അനുവാദം കൊടുത്തില്ല. പക്ഷേ ഈ സമയത്ത് ഹുദൈബിയയിൽ കഴിയുന്ന സഹാബത്ത് വിചാരിച്ചു, അവിടെ ഒരു കിംവദന്തി പരന്നു. ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്ന്, ഉസ്മാൻ കൊന്നുകളഞ്ഞോന്ന് കിംവദന്തി പരന്നു. ആ സമയത്ത് 1499 സഹാബത്ത് സടകുടഞ്ഞേൽക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, നബിയെ, കൈയൊന്ന് നീട്ടൂ. റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ കൈ നീട്ടിക്കൊടുത്തു. 1499 പേര് വന്ന് കൈവെള്ളയിൽ കൈ ചേർത്ത് വെച്ചിട്ട് ബൈഅത്ത് ചെയ്യുകയാണ്. നബിയേ, ഞങ്ങളിൽ അവസാനത്തെയാളും രക്തസാക്ഷിയാകുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കൈവെള്ളയിൽ വെച്ച് കൈ ചേർത്ത് വെച്ച് ബൈഅത്ത് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ബൈഅത്ത് സ്വീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്ന സമയത്ത് 1499 പേരും ബൈഅത്ത് ചെയ്ത് മാറുമ്പോ ഇനി ഒരാളെ ഉള്ളൂ 1500 ബൈഅത്ത് ചെയ്യാ. അത് ഉസ്മാനാണ്. ഉസ്മാൻ അവിടെയില്ല, കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്. എന്താണ്? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹത അശ്ശജറ. വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചങ്ങ് ബൈഅത്ത് ചെയ്തവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ആ വിഭാഗത്തിൽ സുമാപ്പെടാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? റസൂലുള്ളാഹിന്റെ വലത് കൈ 1499 പേരുടെ മുമ്പിൽ ഉയർത്തുകയാ. എന്നിട്ട് പറയുന്നു, ഹാദിഹി യദു ഉസ്മാൻ, ഹാദിഹി യദു ഉസ്മാൻ.
റസൂലുള്ളാഹിയുടെ ഇടം കൈയല്ല ഉയർത്തിയത്, നബി തങ്ങളുടെ വലം കൈ ഉയർത്തിയിട്ട് നബി തങ്ങൾ പറയുകയാ ഇത് ഉസ്മാന്റെ കൈയാണ്. എന്നിട്ട് സുന്ദര ഇടം കൈ ഉയർത്തിയിട്ട് പറയുന്നു ഇത് എന്റെ കൈയാണ്. എന്നിട്ട് രണ്ട് കൈയോ ചേർത്ത് പിടിച്ചിട്ട് നബി തങ്ങൾ പറയുകയാണ് ഹാദിഹി ബൈഅത്തു ഉസ്മാൻ, ഇത് ഉസ്മാന്റെ ബൈഅത്താണ്. കണ്ടോ, ബാക്കി 1499 പേര് റസൂലുള്ളാഹിന്റെ കൈവെള്ളയിൽ കൈവെള്ള ചേർത്ത് വെച്ച് ബൈഅത്ത് ചെയ്തെങ്കിൽ പൊന്നാര നബി തങ്ങളുടെ വലം കൈയേ ഉസ്മാൻ തങ്ങളുടെ വലം കൈയെന്ന് റസൂലുള്ള വിശേഷിപ്പിച്ചെങ്കിൽ മിസ്രിയോട് ഇവര് പറയുകയാണ് എടോ അല്ലാഹുവിന്റെ റസൂലിന്റെ വലം കൈ കൊണ്ട് നബി തങ്ങളെ ഇടം കൈയിലടിച്ചിട്ട് ബൈഅത്ത് നബി തങ്ങൾ തന്നെ സ്വയം ഏറ്റെടുക്കുകയാണ്. പോടാ നിന്റെ ജോലി നോക്കി എന്ന് പറഞ്ഞ് ഇബ്നു ഉമർ തങ്ങളെ മിസ്രിയം പറഞ്ഞു വിടുന്ന സന്ദർഭത്തിൽ എന്തേ അല്ലാഹു തആല പവർ കൊടുക്കാൻ കാര്യമെന്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഒരു വലിയ അമാനത്ത് ഏറ്റെടുത്തതിന്റെ പേരിലാണ്. ഇച്ചിലങ്കോടുകാര് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശം, അടുത്ത ഇച്ചിലങ്കോട് മഹല്ലുകാര് ബന്ദിയോട് മഹല്ലുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രശ്നമുണ്ടായി. ബന്ദിയോടുകാര് പറഞ്ഞു പടച്ച തമ്പുരാണ് ഇച്ചിലങ്കോടുകാർ ഏവനെങ്കിലും ഇവിടെ കയറിയ കാല് വെട്ടിക്കളി. നിങ്ങൾ മോശക്കാരാ. നിങ്ങളും പറഞ്ഞു ശരി, ബന്ദിയോടുകാരത്ത് ഏവനെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വന്ന കാല് വെട്ടിക്കളായി. അങ്ങനെ പറഞ്ഞ് 6-7 കൊല്ലങ്ങൾ കഴിഞ്ഞു. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കണ്ടാൽ കടിച്ചു കീറുന്ന ദേശത്ത് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബന്ദിയോട് വഴി അപ്പുറത്തേക്ക് എവിടെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകേണ്ട ഒരു സാഹചര്യം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് പോയേ മതിയാവൂ. അപ്പൊ ജുമാ പ്രസംഗം കഴിഞ്ഞിട്ട് ഖതീബ് ചോദിക്കാണ് നമ്മുടെ ആ കരാറിന് ചെറിയ ചേഞ്ച് വരുത്തണം, നമുക്ക് ആ കരാറൊന്ന് ഉടയ്ക്കണം, നമുക്ക് അങ്ങോട്ട് പോകേണ്ട സാഹചര്യം വന്നിരിക്കാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി മരിക്കണ്ട, ഒരാള് ചെന്നിട്ട് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ എന്ന്. ആര് പോകും? പ്രസിഡന്റ് ബക്കറ്റും കൊണ്ട് ഒറ്റ ഓട്ടോ, സെക്രട്ടറി പിന്നെ ആ ഏരിയയിൽ കാണില്ല, മോദി സാഹിബിനെ പിന്നെ 2 കൊല്ലത്തേക്ക് കാണില്ല, അസിസ്റ്റന്റ് ഇമാമിനെ പിന്നെ നോക്കേ വേണ്ട, മഹല്ലംഗങ്ങളെ പിന്നെ ഏതോ വാതിലൂടെ ഓടിയെന്ന് പിന്നെ നമുക്ക് നോക്കാൻ പോലും പറ്റൂല. ഇല്ലേ? ആരും ധൈര്യപ്പെടൂല. ഇവിടെ 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ആട്ടി ഓടിച്ചിട്ട് പോയി ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന മുസ്തഫായ നബി തങ്ങളെ കണ്ടാൽ കാണുന്നവർ തലയെടുത്തുകൊണ്ടുവന്നാൽ 100 വോട്ടകം പ്രഖ്യാപിച്ച്, ഒട്ടകമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ 100 BMW കാറ് 100 ഒട്ടകം പ്രഖ്യാപിച്ച് ആര് മുഹമ്മദിനെ ജീവനോടെ കൊണ്ടുവരണ്ട, തലയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ ഉട്ടുപൊട്ടും ശൈവത്തും അബൂലഹബും അബൂസുഫിയാനും അബൂജഹലും പറഞ്ഞു 100 ഒട്ടകം നിങ്ങൾക്ക് തന്നേക്കാം, 100 ചുവന്ന ഒട്ടകം തന്നേക്കാം. ആ ഘട്ടത്തിലാണ് ഞങ്ങൾ ഉംറ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി അനുവാദത്തിന് വേണ്ടി ഉസ്മാൻ തങ്ങളെ വിടുന്നത്. ആ ചങ്കൂറ്റൊന്ന് ചിന്തിച്ചേ. പക്ഷെ റസൂൽ ഏൽപ്പിച്ച ഒരു അമാനത്ത്, ആ അമാനത്ത് നിറവേറ്റാൻ ഞാൻ എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും പ്രശ്നമില്ല. അങ്ങനെ ഉസ്മാൻ തങ്ങൾ കയറിപ്പോയതാണ്. മക്കള് നമ്മുടെ അമാനത്താണ്, മക്കള് നമ്മുടെ അമാനത്താണ്, സമയം നമ്മുടെ അമാനത്താണ്, സമ്പത്ത് നമ്മുടെ അമാനത്താണ്. മക്കളെ അമാനത്ത് വീടിയവരാണോ നമ്മൾ? ഇല്ല ഇല്ല. സമ്പത്ത് കൊണ്ട് നമ്മൾ അമാനത്ത് വീടിയവരാണോ? ഇല്ല. ഇല്ലേ? ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു കഥ വായിച്ചു, യഥാർത്ഥത്തിൽ ചിരിച്ചുപോയി. എന്തെന്നറിയോ? അത് വെറും കഥയാണ്, ബുഖാരിലൊന്നുമില്ല, നിങ്ങൾ ചോദിക്കുകയും ചെയ്യരുത്. 1 രൂപയും 1000 രൂപയും തമ്മിൽ ഒരു യാത്ര ബൈക്കിൽ. ഒരു കഥയാ, ഒരു വലിയ സന്ദേശമുണ്ട്. 1 രൂപയും 1000 രൂപയും കൂടെ ബൈക്കിൽ യാത്ര ചെയ്ത് പോവാൻ അപകടത്തിൽപ്പെട്ടു. 1 രൂപ സ്വർഗത്തിലും പോയി, 1000 രൂപ നരകത്തിലും പോയി. എന്താ കാര്യം? 1 രൂപ പള്ളിയിലും പോകും, അമ്പലത്തിലും പോകും. 1000 രൂപ മദ്യഷാപ്പിലും പോകും, വ്യഭിചാരശാലയിലും. ശരിയല്ലേ? പള്ളിയിൽ ബക്കറ്റ് ഇടുമ്പോ ഏതാ ഇടുന്ന നമ്മള്? 1 രൂപ. അമ്പലത്തിലാണെങ്കിൽ 1 രൂപ, ചർച്ചാണെങ്കിൽ 1 രൂപ, പള്ളിയിൽ 1 രൂപ. അതേസമയം ഈ 1 രൂപ കൊണ്ട് വ്യഭിചാരശാലയിൽ പോകാൻ പറ്റില്ല. ഈ 1 രൂപ കൊണ്ട് നമുക്ക് മദ്യഷാപ്പിൽ പോകാൻ പറ്റില്ല. അവിടെ 1000 രൂപ കൊടുക്കണം. അപ്പൊ 1000 രൂപ എപ്പോഴും പോകുന്ന വ്യഭിചാരശാലയിലും മദ്യഷാപ്പിലും, 1 രൂപയോ പള്ളിയിലും പോകും, അമ്പലത്തിലും പോകും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ അല്ലാഹു പൈസ തന്നു, നല്ല മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടില്ല. നമ്മളെന്നാ മോശപ്പെട്ട കാര്യങ്ങളിലോ അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖോട് നമ്മളിപ്പോ ചെലവഴിക്കുന്നുണ്ട്. അതിൽ ഒരു മടിയും നമുക്കില്ല. അതുപോലെ
അതുപോലെ സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നില്ല. സമയം ഏറ്റവും നല്ല ഉറക്കപ്പെട കിട്ടുക. ശീതീകരിച്ച് റൂമെടുത്ത് ഉറങ്ങിയാലും നല്ല AC-യുടെ കൂളിംഗ് കൂട്ടിയിട്ടുകൊണ്ട് കാറിനകത്ത് ഉറങ്ങിയാലും കിട്ടാത്ത സുഖമാണ് ആഴ്ചയിൽ നമുക്കൊരു 25 മിനിറ്റ് കിട്ടും. എന്തോ ഒരു സുഖമാണ് ആ ഉറക്കത്തിന്റെ സുഖം. എപ്പോഴാ ഖതീബ് മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉറക്കമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. അത് ഏസിയുള്ള റൂമിൽ കിട്ടൂല ആ സുഖം. നമ്മൾ പള്ളിക്കകത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇരുന്ന് ഉറങ്ങിയാൽ എന്തായാലും ഇക്കാമത്ത് കൊടുക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ കാലിൽ തട്ടും, ഏതേക്കടാന്ന് പറയും. അപ്പോഴും പിന്നെ നമ്മൾ ചാടി എഴുതി കൈ കൊണ്ട് കെട്ടുക. എത്ര ഒതു പോയി എന്നുള്ളത് പിന്നെ അല്ലേ? നമുക്കതൊന്നൊരു വിഷയമല്ല എന്റെ സഹോദരങ്ങളെ. അതേസമയം സിനിമാ കോട്ടയിൽ പോയിരുന്നിട്ട് 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇമ്പ പോയത് ആരെങ്കിലും തൂങ്ങി ഉറങ്ങോ? എന്നാ വാഴന്റെ മജിലിസ് പ്രസംഗിക്കുന്ന ആളിനെ അങ്ങോട്ട് വിളിക്കും. സിനിമ കാണാൻ പോയാൽ ഉറങ്ങോ? ഇല്ല. നാടകം കാണാൻ പോയാൽ ഉറങ്ങോ? ഇല്ല. എന്താ കാര്യം? നമ്മുടെ സമയത്തോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. അള്ളാഹു നമുക്ക് സമയം തന്നിരിക്കുന്നു, അത് അവന്റെ മാർഗത്തിൽ കൊടുക്കണം. നമ്മളത് കൊടുക്കുന്നില്ല, നമ്മളെ വേണ്ടി വിനിയോഗിക്കുന്ന റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അമാനത്തുകൾ സൂക്ഷിക്കുക. ഇത് 4ാമത്തെ സന്ദേശമാണ്. ആയിക്കോട്ടെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആകെ 10 മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്തുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 80 വയസ്സ് പ്രായമുണ്ട്. വൃദ്ധനാണ്. 80 വയസ്സ് പ്രായമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ ഒരുപാട് വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീട്ടുതടങ്കലിലായി. മുഅ്തസിലിയാക്കൾ അവരെ ഖവാരിജികൾ വീട് വളഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് തന്നെ പറയാനുണ്ട്. നമുക്ക് പറയാനുള്ള സമയമില്ല. അവസാനം കൊല്ലാൻ തീരുമാനിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മരണപ്പെട്ടത്? നമുക്ക് ആർക്കെങ്കിലും അറിയോ നമ്മൾ എങ്ങനെ മരിക്കുമെന്ന് പറയാൻ കഴിയും? നമ്മളെങ്ങനെ മരിക്കുമെന്ന് പറയാൻ കഴിയും? പക്ഷെ ഉസ്മാൻ തങ്ങൾക്ക് ധൈര്യസമേതം പറയാൻ എങ്ങനെ മരിക്കുമെന്നുള്ള കാര്യം. നമുക്ക് എങ്ങനെ മരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അങ്ങനെ മരിക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഉസ്മാൻ തങ്ങൾക്ക് അറിയാം എങ്ങനെ മരിക്കുമെന്ന്. കാര്യം എന്താണ്? ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൂടി ഉഹദ് മലയുടെ മുകളിൽ കയറുകയാ. സഹോദരങ്ങളെ, ഉഹദിലും ജബൽ റുമാത്തിന്റെ താഴെ, ഉഹദ് മലയുടെയും ജബൽ റുമാത്തിന്റെയും ഇടയിൽ മൈരിക്കത്തിന് കിടന്നുറങ്ങുന്ന മഹാനായ ഹംസത്തുൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കബറിടം കാണുമ്പോൾ ഈമാൻ നമുക്ക് കൂടൂലേ? സഹോദരങ്ങളെ, മൈരിക്കത്തിന്റെ ആ മഖാമിലെ കിടന്നിറങ്ങുന്ന മഹാനായ ഹംസത്തുൽ റളിയല്ലാഹു തആല അൻഹു അവര് കിടന്നിറങ്ങുന്നതിന്റെ തൊട്ടടുത്തുള്ള ഉഹദ് മലയുണ്ടല്ലോ, ഉഹദ് മല, അതിന്റെ മുകളിൽ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖും ഫാറൂഖും ഉസ്മാൻ തങ്ങളും കൂടെ കയറുകയാണ്. ആ സമയത്ത് പർവ്വതമൊന്ന് കുലുങ്ങാൻ തുടങ്ങി, പർവ്വതമൊന്ന് ചലിക്കാൻ തുടങ്ങി, പർവ്വതമൊന്ന് വിറയ്ക്കാൻ തുടങ്ങി. ആ സമയത്ത് നബി തങ്ങൾ തന്റെ റിസാലത്തിന്റെ കാലുകൊണ്ട് ആനൊന്ന് ചവിട്ടി, നബി തങ്ങളെ കാലുകൊണ്ട് ഉഹദിലൊന്ന് ചവിട്ടി. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, മാ അലൈക ഇല്ലാ നബിയ്യുൻ വസദീഖുൻ വശഹീദാ ഉസ്ബുത് വഹദ് ഉഹദേ, ഒന്ന് നിൽക്കുഹദേ, ചലിക്കല്ല ഉഹദേ, ഒന്ന് നിശ്ചലമാകുഹദേ. നിന്റെ മുകളിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല, ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്, 2 രക്തസാക്ഷികളാണ്. സഹോദരങ്ങളെ, സിദ്ദീഖ് ഒരാളെ ഉള്ളൂ, അബൂബക്കർ സിദ്ദീഖ്. നബി ഒരാളെ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. പിന്നെ നബി തങ്ങൾ പറഞ്ഞത് 2 രക്തസാക്ഷികളെന്ന്. അവിടെ ഉമർ ഉസ്മാന്റെ മുഖത്ത് നോക്കി തലയാട്ടുകയാണ്. ഉസ്മാൻ തങ്ങൾ ഉമർ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തലയാട്ടുകയാണ്. ഉസ്മാനെ, നമ്മൾ കൊല്ലപ്പെടും. നമുക്ക് സാധാരണ മരണമല്ല, നമുക്ക് രക്തസാക്ഷിത്വമാണ്. പിന്നെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന നാളുകളോരോന്ന് കഴിഞ്ഞുപോയി. ഇന്ന് 80 വയസ്സാണ്. മഹാനായ ഉസ്മാൻ തങ്ങൾ വീട്ടിനകത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഖവാരിജികളിൽപ്പെട്ട ഒരുത്തൻ ചാടി അകത്ത് കയറുകയാ. ഉസ്മാൻ തങ്ങളുടെ കയ്യിലേക്ക് ഒരു വെട്ട് കൊടുക്കുകയാ. ആ
സമയത്ത് ഉസ്മാ തങ്ങളുടെ കൈപ്പൊത്തി തെറിച്ചു പോവുകയാണ്. ആ സമയത്ത് ഉസ്മാ തങ്ങൾ പറഞ്ഞതെന്നറിയോ? എന്റെ പൊന്നുമക്കളെ, പരിശുദ്ധ ഖുർആൻ ആദ്യം എഴുതിയ കയ്യിലാ നിങ്ങൾ വെട്ടിയത്. പരിശുദ്ധ ഖുർആൻ എഴുതിയ ആദ്യത്തെ കയ്യിലാ നിങ്ങൾ വെട്ടിയത്. സഹോദരങ്ങളെ, ഖുർആൻ നിലത്ത് വീണു പോകാതിരിക്കാൻ കൈപ്പത്തിയില്ലാത്ത കൈത്തണ്ടയോട് ചേർത്ത് നെഞ്ചിലോട്ട് വെക്കുകയാണ്. ആ സമയത്ത് അതിൽ നിന്നൊരു തുള്ളി രക്തം തെറിച്ചു. എവിടെയാണ്? സൂറത്തുൽ ബഖറയുടെ 137 ആയത്തെടുത്ത് നോക്ക്. ഇന്ന് ചെന്നിട്ടൊന്ന് ഒന്നു ചെയ്യ്, എന്നിട്ട് ഖുർആൻ ഒന്നെടുക്ക്, എന്നിട്ട് സൂറത്തുൽ ബഖറ ഒന്നെടുക്ക്, എന്നിട്ട് 137 ആയത്തൊന്നെടുക്ക്. അതിൽ നിങ്ങൾക്ക് കാണാം ഉസ്മാ തങ്ങളുടെ രക്തത്തിന്റെ തുള്ളി. അകക്കണ്ണുകൊണ്ട് നോക്കണമെന്നേ ഉള്ളൂ. അകക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ, അകക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ ഉസ്മാ തങ്ങളുടെ പുള്ളി കാണാ. ആ കാഫിലെ പുള്ളി ഏത് പുള്ളിയാ? അച്ചടിയുടെ പുള്ളിയല്ല. മദീനത്തെ ഖുർആൻ ഇറക്കുന്ന ഖുർആൻ അടിക്കുന്ന ഫാക്ടറിയിലെ അക്ഷരത്തിന്റെ പുള്ളിയല്ല. ആ പുള്ളി ഉസ്മാ തങ്ങളുടെ രക്തത്തിന്റെ ചംസായമടഞ്ഞ പുള്ളിയാ, രക്തത്തിന്റെ പുള്ളിയാണ്. ആ പുള്ളി ഉസ്മാ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഖുർആൻ തെറിച്ചു വീണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാറ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാറ്, വീട് വളഞ്ഞിരിക്കുന്ന ഉസ്മാ തങ്ങളുടെ അടുക്കൽ വീട്ടുകാര് വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ ഉസ്മാ തങ്ങൾ പറയുകയാണ്, സക്കറാത്തിന്റെ ഹാലിലാ. വീട്ടുകാര് വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ ഉസ്മാ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? ഇല്ല 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 ഇല്ല, ഈ ജനാലയിലൂടെ എന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഉസ്മാനെ നിനക്ക് നോമ്പല്ലേ, നിനക്ക് നോമ്പല്ലേ, നിനക്ക് നോമ്പല്ലേ. ഇന്നത്തെ ഇഫ്താർ എന്നോടൊപ്പം ഖബറിലാണ്, ഇന്നത്തെ ഇഫ്താർ എന്നോടൊപ്പം ഖബറിലാണ്. പ്രിയപ്പെട്ടവരെ, ഉസ്മാ തങ്ങൾ പറഞ്ഞു, ഞാൻ നോമ്പ് മുറിക്കൂല. എന്റെ ഇന്നത്തെ നോമ്പ് മുറി എന്റെ റസൂലിനോടൊപ്പം എന്റെ ഖബറിലാണ്, എന്റെ ഖബറിലാണ്. അതുകൊണ്ട് വീട്ടുകാരെ വെള്ളം നിങ്ങൾ കൊണ്ടുപോകും, എനിക്ക് വേണ്ട. അങ്ങനെ നോമ്പുകാരനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കുകയാണ്. എങ്ങനെ മരിച്ചു? ഉസ്മാൻ ദിന്നൂറൈനി ഖദ് മാത സായിമാ വഖദ് ഖാമ ബിൽ ഖുർആനി ദഹ്റ തഹജ്ജദാ. ഉസ്മാ തങ്ങൾ നോമ്പുകാരനായിട്ടാണ് മരിച്ചത്. അദ്ദേഹം മുഴുവൻ ദിവസങ്ങളിൽ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. രാത്രി ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. പക്ഷെ തഹജ്ജുദ് നിസ്കാരത്തിലോ മുഴുവൻ ദിവസങ്ങളിൽ ഖുർആൻ ഖത്മ് ഓതിയിരുന്നു. അല്ലാഹുവേ, നമ്മൾ നിസ്കരിക്കൂലല്ലോ, നിസ്കരിച്ചാലും ഫാത്തിഹ മാത്രം ഓതുവല്ലോ. ഫാത്തിഹ ഓതിയാൽ തന്നെ അക്ഷരം പൂർത്തിയാകൂല. ഇനി സൂറത്ത് ഓതിയാൽ തന്നെ ചെറുതാണ് ഓടുന്നത്. പക്ഷെ ഉസ്മാ തങ്ങൾ അങ്ങനെയല്ല. ഉസ്മാ തങ്ങൾ ഓരോ ദിവസത്തെ തഹജ്ജുദ് നിസ്കാരത്തിൽ ഖുർആൻ മുഴുവനും ഓതിയിട്ടാണ് നിസ്കരിക്കുന്നത്. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഈ 80 വയസ്സുകാരനെ ഖുർആൻ എഴുതി തീർത്ത, ഖുർആൻ ഇന്ന് കാണുന്ന കോലത്തിൽ നമ്മുടെ കയ്യിൽ എത്തിച്ചിരുന്ന മഹാനായ മലക്കുകൾ പോലെ ലജ്ജിക്കുന്ന മഹാന് ഉസ്മാ തങ്ങൾ മരണപ്പെടുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലി കുല്ലി നബിയിൻ റഫീഖുൻ ഫിൽ ജന്ന വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. എല്ലാ നബിമാർക്ക് സ്വർഗത്തിൽ ഓരോ കൂട്ടുകാരന്മാരുണ്ട്. എന്നാൽ എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരനാരാണ്? അതെന്റെ ഉസ്മാനാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചെങ്കിൽ സഹാബത്തിന് കാരണം പറഞ്ഞതെന്തെന്നറിയോ? വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണമുണ്ടെങ്കിലും നോമ്പുകാരനാണ്. നല്ല വിരിപ്പ് വീട്ടിലുണ്ട്, പക്ഷേ പള്ളിയിൽ ഉറങ്ങല്ല, നിസ്കാരത്തിലാണ്. ഇങ്ങനെ ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ മഹൽ വ്യക്തിത്വമാണ് ഉസ്മാ തങ്ങളെങ്കിൽ അല്ലാഹുവേ, അല്ലാഹുവേ, ഉസ്മാ തങ്ങളുടെ കൈപിടിച്ച് നാളെ നിന്റെ സുഖലോല സ്വർഗത്തില് റാഫി ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹാബത്തിനോടൊപ്പം ഉസ്മാ തങ്ങളുടെ കൈപിടിച്ച് ഞങ്ങളെ, ഞങ്ങളുടെ ഗുരുവര്യന്മാരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും അല്ലാഹുവേ, നീ നിന്റെ സുഖലോല
സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അള്ളാഹുവിനുള്ള ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് ലിസ്റ്റ് കൂടെ വായിക്കാനുണ്ട്. ആരും പോകരുത്, പെട്ടെന്ന് അങ്ങ് വിട്ടേക്കാം. ഒരു 3 മിനിറ്റ് കൂടെ നിങ്ങളോട് ഞാൻ ചോദിക്കാണ്. ഒരു ചെറിയ ദുആയോടുകൂടി നമുക്ക് പിരിയാം. പെട്ടെന്ന് ആ ലിസ്റ്റ് വായിക്കും. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു നല്ലൊരു ഹദിയ എല്ലാവരും എടുത്ത് പെട്ടെന്ന് വന്നേ ഒന്ന് മുസാഫത്ത് ചെയ്ത് എല്ലാവരും ഒരാൾ വഴിയരുത്. നല്ലൊരു സംഭാവന നിങ്ങളെടുത്ത് ഇതിന്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഹദിയ ഇൻഷാ അല്ലാഹ് എടുത്തിട്ട് പെട്ടെന്ന് വന്നോളി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലൊരു ഹദിയ എല്ലാവരും കയ്യിലെടുത്ത് ഈ സദസ്സിലേക്ക് വന്ന് മുസാഫഹത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഇവിടെ ലിസ്റ്റ് വായിക്കും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്ന് വന്നോളി ഇൻഷാ അല്ലാഹ്.